സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പാട്ടുപാടുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് വന്ദനം. ഫിലിപ്പ് ഒത്തിരി വർഷങ്ങളായിട്ട് ബന്ധ സ്നേഹമുണ്ട്. ബാംഗ്ലൂർ തൊട്ടേയുള്ള പരിചയമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാട്ടുകാരെ ഞാൻ സ്നേഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് മോളുടെ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. നല്ല വോക്കലാണ്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ പാട്ട് അഴുക്കാന്നല്ല ഞാൻ പറഞ്ഞത്, എല്ലാവരുടെയും പാട്ടും നല്ലതാണ്. എല്ലാ ദൈവദാസന്മാർക്കും വിശേഷാൽ വന്ദനം. നിത്യതയുടെ വിത്ത് ചുമക്കാൻ കർത്താവ് തിരഞ്ഞെടുത്ത എല്ലാ അഭിഷിക്തന്മാരെയും പിതൃതുല്യരായിട്ട് കാണുന്നു. എൻ്റെ അപ്പ IPCയിലെ ഒരു പാസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ദൈവദാസന്മാരെ എല്ലാം പിതൃതുല്യരായിട്ട് കാണുകയും അവരെ ഏറെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചത് 95-ലാണ്. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന PM ഫിലിപ്പ് സാറിൻ്റെ അടുത്ത് അപ്പച്ചൻ പറഞ്ഞൊരു വാക്ക് കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഞാൻ തുരുമ്പടിക്കാതെ എൻ്റെ നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്നുണ്ട്. ആ വാക്കിതാണ്: ഒരു യോഗം നടത്തിയിട്ട് മൈക്ക് സെറ്റുകാരെ കൊണ്ടുവന്ന് ലൈറ്റ് വെച്ച് കെട്ടി പാട്ടുകാരെ കൊണ്ടുവന്ന് യോഗം നടത്തിയിട്ട് ആ യോഗത്തിൽ യേശുവിൻ്റെ ക്രൂശിൽ ആണിയടിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ ആ യോഗം സുവിശേഷ യോഗമല്ല, ശബ്ദമലിനീകരണ യോഗമാണ്. ഒന്നുകൂടെ അപ്പച്ചൻ പറഞ്ഞ വാക്ക് ഞാൻ പറയാം. ഒരു യോഗം നടത്തിയിട്ട് യേശുവിൻ്റെ ക്രൂശിൽ ആണിയടിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ആ യോഗം സുവിശേഷ യോഗം അല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ആമേൻ, യേശു കർത്താവിനെ എനിക്ക് കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് യേശുവിൻ്റെ ക്രൂശിനെ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേര് സന്തോഷത്തോടെ കർത്താവിനെ കാത്തിരിക്കുകയാണ്? വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കണം. എൻ്റെ പ്രബന്ധവും എൻ്റെ പ്രമേയവും യേശു ആയതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് ആഴമായ അറിവുണ്ടായിരിക്കാം. പക്ഷേ സുവിശേഷ യോഗത്തിൻ്റെ ലക്ഷ്യം പന്തലിൻ്റെ അകത്തെ ഇളക്കമല്ല. പോസ്റ്റേ ചാരി നിന്നോ, വീടിൻ്റെ ടെറസിലോ, വീടിൻ്റെ സിറ്റ് ഔട്ടിലോ, ഏതെങ്കിലും മരത്തിൻ്റെ ചൂട്ടിലോ, വണ്ടിയെ ചാരി നിന്നോ, എവിടെയെങ്കിലും നിന്ന് ഇന്ന് രാത്രി വിഷം കുടിക്കാമെന്നോർത്ത് ആമേൻ നിൽക്കുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നെരിപ്പോട് പോലെ പൊള്ളി ആമേൻ ജീവിതം ഇനി എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നോർത്ത് നാൽക്കവലയിൽ നിൽക്കുന്നവൻ ഏതു വഴിക്ക് തിരിയണമെന്നറിയാതെ തത്രപ്പെടുന്നെങ്കിൽ ആമേൻ ഞാൻ തന്നെ ആമേൻ വഴിയാകുന്നു എന്ന് പറഞ്ഞ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് പറഞ്ഞ യേശു കർത്താവിനെ അവർക്ക് പരിചയപ്പെടുത്തലാണ് സുവിശേഷ യോഗത്തിന്റെ ലക്ഷ്യം. എൻ്റെ ഈ കൊച്ചു പ്രഭാഷണ ജീവിതത്തിൽ എനിക്ക് ആവേശത്തോടെ പ്രസംഗിക്കാൻ ഇഷ്ടമുള്ള ഒത്തിരി സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ആമേ, ഒരു മിനുസമുള്ള കല്ലെടുത്ത് കവണയിൽ വെച്ച് ഗോലിയാത്തിന്റെ കട്ടിയുള്ള നെറ്റിത്തടം എറിഞ്ഞു പൊട്ടിച്ച ദാവീദിന്റെ യുദ്ധം എല്ലാ കാലത്തും ആവേശമാണ്. വഴുതിപ്പോകുന്ന കഴുതയുടെ താടിയെല്ലുകൊണ്ട് ശത്രു സംഹാരം നടത്തിയ ശിംശോന്റെ മുന്നേറ്റം എക്കാലത്തും ആവേശമാണ്. കുടത്തിനകത്ത് പന്തമിറക്കി കുടമുടച്ച് കാഹളമൂതി യുദ്ധം ജയിച്ച ഗിദെയോൻ എല്ലാ കാലത്തും നമുക്ക് ആവേശമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കുതിര ഈജിപ്തിലെ കുതിരയാണ്. 7 കുതിരയ്ക്ക് മുൻപിൽ ഓടിയ ഏലിയാവിന്റെ ചരിത്രം, 850 ബാൽ അശേരയുടെ പ്രവാചകന്മാരുടെ കഴുത്ത് വെട്ടി കീശോന്റെ പച്ചത്തോട് ചുവപ്പുതോടാക്കിയ ഏലിയാവ് നമുക്ക് ആവേശമാണ്. തേറ്റ പല്ലുകളുള്ള സിംഹത്തിന്റെ കുഴിയിൽ കിടന്നുറങ്ങിയ ദാനിയേൽ നമുക്ക് ആവേശമാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നത് യേശുവിനെയാണ്. കാരണം പാപത്തെയും പാതാളത്തെയും വിറപ്പിക്കാൻ ആകാശത്തിന്റെ കീഴിൽ അനുവദിക്കപ്പെട്ട ഒരൊറ്റ നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. മറ്റൊരുവനിലും രക്ഷയില്ല. ആ കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. എത്ര രക്തസാക്ഷികളുണ്ട് സഭയ്ക്ക്? ചെറിയ കണക്കനുസരിച്ച് 12 കോടിയിലധികം, ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, 12 കോടിയിലധികം രക്തസാക്ഷികളുണ്ട് ദൈവത്തിന്റെ സഭയ്ക്ക്. വിശുദ്ധന്മാരുടെ ശരീരം മെഴുകിനകത്ത് മുക്കിയിട്ട് ശരീരം കത്തിക്കുന്നു. വിശുദ്ധന്മാരുടെ ശരീരത്തിന് നെയ്ക്കണ്ട ഉരുകുന്ന വെട്ടത്തിൽ പന്ത് കളി കണ്ട് ആർത്തട്ടഹസിച്ച നരാധമന്മാർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ദൈവമക്കളുടെ കഴുത്ത് വെട്ടി ചീറ്റിത്തെറിക്കുന്ന ചോരയുടെ ഉളുമ്പ് മണത്ത് ചിരിച്ച് കളിച്ച എത്രയോ നരാധമന്മാർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ ശരീരം ഗ്രൗണ്ടിൽ നിരത്തി കിടത്തി അവരുടെ ദേഹത്തൂടെ രഥം ഓടി
ഓടിച്ച് കളിച്ച, അവരുടെ മരണവെപ്രാളം കണ്ട് കൈയടിച്ച് ചിരിച്ച രക്തദാഹികൾ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വിശുദ്ധന്മാരുടെ ശരീരം മൃഗത്തിന്റെ തോലിനകത്ത് മുക്കി വെയിലത്തിട്ടിട്ട് പപ്പടം പൊടിയുന്നത് പോലെ ശരീരം പൊട്ടിപ്പൊടിഞ്ഞ് അലറിക്കരഞ്ഞവർ പ്രാണനെ വിടുന്നത് കണ്ട് കൈയടിച്ച് ചിരിച്ച അധമന്മാർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തിനാ ഏറെ പറയുന്നത്? ത്രിവർണ്ണ പതാക ഉയർന്നു പറക്കുന്ന നാനാത്വത്തിൽ ഏകത്വമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് രാത്രിയിലും സുവിശേഷകന്മാർ എത്രയോ ഇടങ്ങളിൽ ക്രൂരമായി ആക്രമിക്കപ്പെടുകയാ. എന്നിട്ടും എന്തിനാണ് യോഗം നടത്തുന്നത്? എന്നിട്ടും എന്തിനാണ് തെരുവുകളിൽ പ്രസംഗിക്കുന്നത്? എന്നിട്ടും എന്തിനാണ് വീട്ടുകാർ പട്ടിയെ പോലെ ആട്ടിയിട്ടും ട്രാക്റ്റുമായിട്ട് പിന്നെയും അവരുടെ വീടിന്റെ മുറ്റം കേറാനുള്ള ഏക കാരണം മറ്റൊരുവനിലും രക്ഷയില്ല. ഹല്ലേലൂയ. ഏതെല്ലാം നിയമങ്ങൾ പാസാക്കിയാലും, എത്ര ഭീകരമായ പീഡനങ്ങളുടെ കവാടങ്ങൾ ദൈവസഭയ്ക്കെതിരെ മലർക്ക തുറന്നു വെച്ചാലും, എത്ര ദൈവമക്കൾ ആവേശത്തോടെ പറയും, യേശുവിന്റെ മടങ്ങി വരവ് വരെ ഈ ദൂത് ലോകത്തോട് പറയണം. രക്ഷിക്കപ്പെടാൻ ഒരൊറ്റ നാമമുണ്ട്, അത് യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. യേശുവാര് എങ്ങനെ ജനിച്ചു? എന്തിന് ജനിച്ചു? എവിടെ വളർന്നു? എത്ര നാൾ ശുശ്രൂഷിച്ചു? ആമേൻ. ഇങ്ങനെ അതിവേഗം ഞാൻ ഈ ദൂതൊന്ന് പറഞ്ഞു പോകാം. ചിലര് കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അവരെ സഭ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചതല്ലെങ്കിൽ ദയവായിട്ട് കണ്ണു തുറന്ന് ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സുവിശേഷ യോഗത്തിൽ കണ്ണു തുറന്നിരിക്കാൻ അഭിഷേകം വേണ്ട. ഇരിക്കുന്ന കസേരയ്ക്ക് വാടകയുണ്ടെന്നുള്ള ഉത്ബോധം മാത്രം മതി. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി കാണുമായിരിക്കും. ആമേൻ. കാലപ്പഴക്കം ആർക്കും ആരാധിക്കാതിരിക്കാനുള്ള ലൈസൻസ് അല്ല. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയട്ടെ. കാലപ്പഴക്കം ആർക്കും ആരാധിക്കാതിരിക്കാനുള്ള ലൈസൻസ് അല്ല. ആരും ഒഴിഞ്ഞു പോകാതിരിക്കാനാണ് സങ്കീർത്തനക്കാരൻ എഴുതിയത്. വൃദ്ധന്മാരും ബാലന്മാരും യുവതികളും യുവാക്കന്മാരും. അവസാനം ഇനി ആരും ചാടി പോകാതിരിക്കാനാ പറഞ്ഞത്. ജീവനുള്ളവരെല്ലാം കർത്താവിനെ ആരാധിക്കട്ടെ. അപ്പൊ ഇത് മോർച്ചറി അല്ലാത്തത് കൊണ്ടും ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ജീവൻ ഉള്ളത് കൊണ്ടും നാം ഒരുമിച്ച് യേശുവിനെ ആരാധിക്കാൻ, വചനത്തിനോട് പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. സന്തോഷത്തോടെ കർത്താവിന് ഒരു ആമേൻ പറഞ്ഞാട്ട്. എൻ്റെ ഉള്ള അവസ്ഥ ഞാൻ പറയാം. എൻ്റെ തൊണ്ടയ്ക്കകത്ത് 80% കാറ്റും 20% ശബ്ദവുമേ ഉള്ളൂ. ആമേൻ. ഉറങ്ങിയിട്ട് മാസങ്ങളായി. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കോട്ടുവാവിട്ടാൽ ഞാനിവിടെ നിന്നുകൊണ്ടുറങ്ങും. അതാണ് എൻ്റെ അവസ്ഥ. ഇന്നലെ രാത്രി ഞാൻ കൊട്ടാരക്കര ക്രോസ് ചെയ്യുമ്പോൾ 2:30 രാത്രി 2:30 ഇതിലേ പോയത്. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ എങ്ങാനും കയറി കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. ഇവിടെ കൂടെ കയറിയിട്ട് പോയാൽ മതിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നോട് കൂടെ വരണം. ഞാൻ വളരെ ശാന്തമായി യേശുവിനെ ഉയർത്തുകയാണ്. എൻ്റെ വീട് കുമരകത്താണ്. അത് മെട്രോപൊളിറ്റൻ സിറ്റി ഒന്നും അല്ലാത്തത് കൊണ്ട് ഭാവിയുടെ വാഗ്ദാനത്തിന്റെ വാക്കുകളൊന്നും എൻ്റെ വായി കാണത്തില്ല. പക്ഷെ യേശു എന്ന യാഥാർത്ഥ്യം പച്ചയായിട്ട് നിങ്ങളോട് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. മറിയയുടെ ഉദരം കടമെടുത്ത് ഉലകത്തിൽ പിറന്നവൻ, കച്ചി മിച്ചം കിടക്കുന്ന കാലിത്തൊഴുത്തിൽ കിടന്നു കളിച്ചവൻ, ദാരിദ്ര്യത്തിന്റെ പൊടി പറക്കുന്ന നസറേത്തിൽ ഓടിക്കളിച്ചവൻ, ദാരിദ്ര്യത്തിന്റെ കാഹളം ധ്വനിച്ചതല്ല, ഒരു ക്ലാസ് മറിഞ്ഞതാണ്. ഇങ്ങോട്ട് നോക്ക്. ഹല്ലേലൂയ. ദാരിദ്ര്യത്തിന്റെ പൊടി പറക്കുന്ന നസറേത്തിൽ ഓടിക്കളിച്ച് എൻ്റെ കർത്താവ്. വയസ്സ് 12. 5 കുന്നിന്റെ മുകളിൽ ആകാശത്തെ മുട്ടി നിൽക്കുന്ന യെരൂശലേം ദേവാലയത്തിൽ ഒരു ഗ്രാമം ഇടിഞ്ഞിളകി ആരാധനയ്ക്ക് പോകുമ്പോൾ വളർത്തപ്പനാകുന്ന യോസഫിന്റെയോ അമ്മയാകുന്ന മറിയയുടെയോ വിരലിൽ തൂങ്ങി ആലയത്തിലേക്ക് പോയ യേശുവിന്റെ ബാല്യം. ആ 5 കുന്നിന്റെ മുകളിൽ ന്യായപ്രമാണത്തിന് 39 പുസ്തകങ്ങൾ അരച്ചു കലക്കി ചാറകത്ത് കയറ്റിയ പൗരോഹിത്യ വൃന്ദങ്ങളോട് യേശു ന്യായപ്രമാണം പറയുമ്പോൾ യേശുവിന്റെ വയസ്സ് 12. അന്നവർക്ക് മനസ്സിലായി ഇവനെ ആരും പഠിപ്പിച്ചതല്ല, ഇവന്റെ അകത്ത് ന്യായപ്രമാണം ഉണ്ടെന്നവർക്ക് മനസ്സിലായി. വയസ്സ് 12. അടുത്ത 18 വർഷങ്ങൾ യേശുവിനെ ഒരു പുൾപിറ്റിലും കാണാൻ പറ്റത്തില്ല. പിള്ളേരുടെ യോഗത്തിന്, യൂത്ത് ക്യാമ്പിന്, സഹോദരി സമാജത്തിന്, മാസയോഗത്തിന്, സഭായോഗത്തിന്, കൺവെൻഷന്, സാക്ഷ്യം പറയാൻ, പാസ്റ്ററിന് മുമ്പ് ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാൻ. നോ. യേശുവിൽ ജ്ഞാനമുണ്ടായിട്ടും ന്യായപ്രമാണം അറിഞ്ഞിട്ടും 18 വർഷങ്ങൾ യേശു വായടച്ചു. അപ്പൊ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞോണം, ശുശ്രൂഷ
അറിവല്ല, അത് നിയോഗമാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ബൈബിള് 1400 പ്രാവശ്യം വായിച്ചാലും ശുശ്രൂഷ അറിവല്ല, അതൊരു നിയോഗമാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ശുശ്രൂഷയുടെ അടിസ്ഥാനം അറിവല്ല, അതൊരു നിയോഗമാണ്. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. യേശു എവിടെയായിരുന്നു? യേശു യെരൂശലേമിൽ ഉണ്ടായിരുന്നു. എന്താ തെളിവ്? 2 വാക്യങ്ങൾ. 1, അവൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചെന്നും. 2, അവൻ തച്ചന്റെ കൊച്ചനല്ലയോ എന്ന ചോദ്യം. വയസ്സ് 30 തികയുന്നു. അത് യഹൂദന്റെ വോട്ടവകാശ പ്രായമാണ്, നമ്മുടെ 18 വയസ്സ് പോലെ. യേശു നടന്നു ചെല്ലുന്നത് യോർദാന്റെ തീരത്തേക്കാണ്. ദയവായിട്ട് നിങ്ങൾ എന്നോട് കൂടെ വരണേ. 12,000 അടി പൊക്കമുള്ള ലെബനൻ പർവ്വതത്തിന്റെ ഉച്ചിപെടുത്ത് കാടിറങ്ങി വരുന്ന മതയാനയെ പോലെ കലിതുള്ളി വരികയാ യോർദാൻ. 44 കൈത്തോടുകളുടെ അകമ്പടിയുള്ള യോർദാൻ. യേശു യോർദാന്റെ തീരത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ഒരു അതികായനായ മനുഷ്യൻ യോർദാന്റെ തീരത്ത് നിൽക്കുകയാ. ആരാണ്? ഒരു പുരോഹിതന് വയസ്സാം കാലത്ത് ദൈവം വാഗ്ദത്തം കൊടുത്ത ഒരു പൊന്നു സന്താനം. പേര് സ്നാപക യോഹന്നാൻ. 7 കൂട്ടം വസ്ത്രം അപ്പൻ വീട്ടിൽ തയ്പ്പിച്ചിട്ടിരിക്കുകയാ. പക്ഷേ മോൻ ഇട്ടത് പൗരോഹിത്യ വസ്ത്രമല്ല, ഒട്ടകരോമത്തിന്റെ ഉടുപ്പാണ്. ഞാൻ ഈ നാടിനെ നോക്കി ഒരു പ്രവചനം പറയാം. പാരമ്പര്യം തയ്പ്പിച്ചിട്ട ഉടുപ്പുകൾ വീട്ടിൽ കിടക്കുമ്പോൾ ചിലതിനെ ദൈവം ഈ ദേശത്ത് സന്ദർശിക്കാൻ പോകുകയാണ്. ആ കരങ്ങളെ ഒന്ന് തട്ടി കർത്താവിന് ഒരു മഹത്വം കൊടുത്തട്ടെ. സഭ ഇന്ന് രാത്രി എഴുതി വെച്ചോ 2000. ഞാൻ ഓർക്കുന്നു, ഇന്നേക്കൊരു 40 വർഷം 39 വർഷത്തിന് മുമ്പ് ഒരു സാധു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് എൻ്റെ അപ്പൻ യേശുവിനെ തേടി ഇറങ്ങിയ കാലം. ചരിത്രം സാക്ഷ്യം ഒത്തിരിയുണ്ട്. യൂട്യൂബിനകത്ത് ഒരു 10,000 പ്രാവശ്യം കിടപ്പുണ്ട്. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു ശകലം പറയാം, ഇപ്പോൾ അല്ല പിന്നെ എപ്പോഴെങ്കിലും. എൻ്റെ അപ്പൻ വിശ്വാസത്തിൽ വന്നു, ഒരു ബൈബിൾ കയ്യിൽ പിടിച്ചു. എൻ്റെ അപ്പൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കുമരകത്തെ ഒരു കോടീശ്വരനായ മനുഷ്യൻ ഡബിൾ ബാരലിന്റെ തോക്ക് 2 ഭിത്തിയെ തൂക്കിയ, വീടിന്റെ ഭിത്തിയെ മാന്റെ കൊമ്പ് 2 150 ഏക്കർ കണ്ടമുള്ള 14 ബോട്ടുകൾ സ്വന്തമായിട്ടുള്ള, സ്വർണ്ണമരത്തിന്റെ ജൂബയുള്ള, വിരലിന്റെ വലിപ്പമുള്ള സ്വർണ്ണമാല ഉടുപ്പിന്റെ പുറത്തൂടിട്ട നാട്ടിലെ ഒരു അതികായനായ മനുഷ്യൻ എൻ്റെ അപ്പനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എടാ, നീ ഹല്ലേലൂയ വെക്കാൻ പോയോ? എടാ, നീ പെന്തിക്കോസൊന്നും വായിക്കാത്ത വരികയില്ല, നീ പ്രാർത്ഥിക്കാൻ പോയോ? എൻ്റെ അപ്പൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. അടുത്ത ചോദ്യം, നിന്റെ പെമ്പിള്ളാരെ എവിടെ കെട്ടിക്കുവെന്ന്. എൻ്റെ അപ്പൻ പറഞ്ഞു, പെമ്പിള്ളാരാണെ ആമ്പിള്ളാർ കെട്ടിക്കോളും, ഇയാള് കഷ്ടപ്പെടണ്ട. എന്നിട്ട് ഒരു ദൂതൂടെ പറഞ്ഞേച്ചാ പോയത്, പിടിച്ചു നിന്നോണം, ഇത് മലവെള്ളപ്പാച്ചിലാണ്, സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ മറിഞ്ഞ് ഇതിനകത്ത് വീഴുമെന്ന്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പന്റെ വാക്കൊരു പ്രവചനമായിരുന്നു. 6 വർഷം തികഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ ഭാര്യ സ്നാനക്കുളത്തിലെത്തി. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ആ മനുഷ്യന്റെ വീട് ചർച്ചോകോടിന്റെ സഭയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ കിഴക്കേ തെരുവിൽ, ഈ കൊട്ടാരക്കരയിൽ, ഈ പത്തനാപുരത്ത്, ഈ പിടവൂര്, ഈ പുനലൂര് എന്റെ ദൈവം അരമുറുക്കി ഇറങ്ങിയാൽ ചിലതിനെ തൊടാതെ, ചിലതിനെ വേർതിരിക്കാതെ ഞാൻ വിശ്വസിക്കുന്നു. റിയലി ഐ ബിലീവ്. അപ്രതീക്ഷിതമായ മാനസാന്തരങ്ങൾക്ക് സഭ സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. പോട്ടെ, വേഗം ദൂതുമായി മുൻപോട്ട് പോകാം. യോഹന്നാൻ യോർദാന്റെ തീരത്ത് നിൽക്കുന്നു. അതിഗൗരവമുള്ള പ്രസംഗങ്ങൾ, വാക്കുകൾക്ക് മരുക്കമില്ലാത്ത ഒരു മനുഷ്യൻ, കട്ടിപ്പുരികമുള്ള കടുത്ത ഭാഷയുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ 4. 1, സർപ്പസന്തതിയെ വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകുക. പ്രസംഗം 2, എന്റെ പുറകെ ഒരാൾ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. പ്രസംഗം 3, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രസംഗം 4, ഞാൻ നിങ്ങളെ വെള്ളത്തിലിറക്കും, അവൻ നിങ്ങളെ അഗ്നിയിലിറക്കാൻ പോകുകയാ. യേശു നടന്നു ചെല്ലുന്നത് കണ്ടു. യോഹന്നാൻ അറച്ചു, വിറച്ചു, പേടിച്ചു. യോഹന്നാൻ പിറകോട്ട് മാറുമ്പോൾ, അല്ല യോഹന്നാനെ, ഇത് പിതാവിന്റെ ഇഷ്ടമാണ്, നീതിയാണെന്ന് പറഞ്ഞ് യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെട്ടു. നനഞ്ഞ മുടിയോടെ, നനഞ്ഞ തുണിയോടെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ആകാശത്തിന്റെ ദിഗന്ധങ്ങൾ ഭേദിച്ചൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന പിതൃശബ്ദം കേട്ടനന്തരം 40 ദിവസം യേശു കർത്താവ്
താമസിക്കുകയാണ്. സാത്താനാൽ പരീക്ഷിക്കപ്പെടാൻ യേശു മരുഭൂമിയിലേക്ക് നടത്തപ്പെടുകയാണ്. ഇവിടെ മുതൽ ഞാൻ ഈ ദൂതിന്റെ ഗൗരവങ്ങളിലേക്ക് കയറുകയാണ്. സാത്താൻ യേശുവിന്റെ അടുക്കൽ വന്നു. വളരെ ശാന്തമായി ഞാനത് പറഞ്ഞു പോകാം. യേശുവിന്റെ അടുക്കൽ വന്നു. പിശാച് കെട്ടഴിച്ചു വിട്ട പരീക്ഷകൾ 3. ഒന്ന്, സാത്താൻ വളരെ വിനയത്തോടെ പറയുകയാ, നിനക്ക് വിശക്കുന്നില്ലേ? നിനക്ക് ജീവിച്ചിരിക്കണ്ടേ? ഈ 2 വാക്കും അപകടമുള്ളതല്ല. നിനക്ക് വിശക്കുന്നില്ലേ? നിനക്ക് ജീവിച്ചിരിക്കണ്ടേ? കല്ലിനോട് അപ്പമാകാൻ പറ, എന്നിട്ട് അത് തിന്ന്, ആമേ, വയറു നിറയ്ക്ക്, ജീവിക്ക്. യേശു സാത്താന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അല്ലയോ സാത്താനെ, ആഹാരം കഴിച്ച് വയറ് നിറയ്ക്കാൻ ഇറങ്ങിയ തലമുറ അല്ലത്, ഇത് വചനം കേട്ട് സ്വർഗത്തിൽ പോകാൻ ഇറങ്ങിയ തലമുറയാണ്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? പൊതുനിയമ സഭയെ ഭൗതിക മേഖലയോട് കൊണ്ട് ബന്ധിക്കരുത്. ആമേൻ. നാം രക്ഷിക്കപ്പെട്ടത്, നാം സ്നാനപ്പെട്ടത് ഉദരപൂരണത്തിനല്ല, മറിച്ച് നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. ആ കരമൊന്ന് ഉയരുമെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ ലക്ഷ്യം ഇവിടുത്തതല്ല. ആമേ, സ്ഥാപനം, ഭൗമികം, ഭൗതികത, ലൗകികം, ജഡികം ഇതല്ല. ആമേ, യേശു സഭയ്ക്ക് അടിസ്ഥാനമിട്ടത്, ആമേ, ഈ തലമുറ വചനത്തെ പിടിച്ച് നിത്യതയിൽ പോകാനാ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്, നീ വചനം പ്രസംഗിക്കുക. എത്ര പേര് കേൾക്കുന്നുണ്ട്? ഞാൻ ആ ഭാഗം വിടുകയാ. സാത്താനോട് യേശു പറയുകയാ, സാത്താനെ, ഈ തലമുറ വയറ് നിറയ്ക്കാൻ ഇറങ്ങിയതല്ല. അപ്പൊ നോർമലി കേൾവിക്കാര് പൊട്ടന്മാരല്ലല്ലോ. അവർ ചോദിക്കും, പിന്നെ നിങ്ങൾ എങ്ങനെയാ വീട് വെച്ചത്? നിങ്ങൾ എങ്ങനെയാ വണ്ടി മേടിച്ചത്? ഇളയ കൊച്ചെങ്ങനെയാ ടെക്സാസിൽ പോയത്? മൂത്ത കൊച്ചെങ്ങനെയാ അയർലൻഡിൽ പോയത്? അതൊരു പരമാർത്ഥമാ. മറുപടി പച്ചയ്ക്ക് പച്ച. യേശു കർത്താവ് 3 ദിവസം വെളിമ്പ്രദേശത്ത് യോഗം നടത്തുമ്പോൾ 3-ാം ദിവസം വൈകുന്നേരം അവർക്ക് വിശക്കുന്നുവെന്ന് യേശു അറിഞ്ഞതാണ്. 3 ദിവസം യേശുവിന്റെ കൂടെ ഇരുന്നവന്റെ വയറിന്റെ വിശപ്പ് യേശു അറിയുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ 20 വർഷമായി നിറകണ്ണുകളോടെ അവനെ സേവിക്കുന്ന നിന്റെ കുടുംബം ദേശത്ത് ഭിക്ഷാടന പാത്രം എടുക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആ ദൂതിന് പറ്റുമെങ്കിൽ ആ കരമൊന്ന് ചേർത്തടിച്ച്, എന്നെ മാനിക്കുന്നവനെ നല്ലപോലെ ആരാധിക്കാൻ പറ്റുമോ ദൈവമക്കൾക്ക്? എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. നീതിമാന്റെ തലമുറ അവൻ ദേശത്ത് നിന്ദിക്കപ്പെടാൻ ദൈവം അനുവദിക്കുകയില്ല. കിഴക്കേ തെരുവിന് മനസ്സിലാകുന്ന മലയാളം പറയാം. കാർ ഓടിക്കുന്നത് കരിയല പറപ്പിക്കാനല്ല, കാർ ഓടിയാൽ കരിയല പറക്കും. യേശുവിനെ സേവിക്കുന്നത് ഭൗതിക നന്മയ്ക്ക് വേണ്ടിയല്ല, പക്ഷേ വിശ്വസ്തയോടെ സേവിച്ചാൽ അവന്റെ വീടിനെ ദൈവം അനാഥമാക്കത്തില്ല. ഇതെന്തിനാ പറയുന്നറിയോ? ഈ ലൈവ് പോകുന്നോണ്ട് അവിടെ മാത്രം വെട്ടിക്കൊണ്ടുവരും. സുഭാഷ് പാസ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ആ വെട്ടും കുത്തും കൊലയും നടക്കാതിരിക്കാനാണ്. എൻ്റെ അപ്പൻ വിശ്വാസത്തിൽ വരുമ്പോൾ ദാരിദ്ര്യത്തിന് ഒരു ദാരിദ്ര്യവും ഇല്ലാത്ത വീടായിരുന്നു ഞങ്ങളുടെ വീട്. നിങ്ങൾക്ക് എൻ്റെ മലയാളം പിടികിട്ടാതെ ഉണ്ടോ? മലർന്നു കിടന്ന് വെള്ളോട്ട് നോക്കിയാൽ സൂര്യഗ്രഹണം കാണുന്ന ഒരു പെര. ഞാനിച്ചിരി സാഹിത്യത്തിൽ പറഞ്ഞത് എനിക്കും ഇല്ലേ എന്നാണം. ആടുന്നൊരു കട്ടിലും ഒലയുന്നൊരു കസേരയും മുട്ടയിടാത്തൊരു കോഴിയും ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ സമ്പത്ത്. പക്ഷേ ഈ ഞങ്ങളുടെ വയർ ഒട്ടിയിട്ടുണ്ട്, പക്ഷെ അന്യഭാഷ പറയുന്ന വാ ഒട്ടിയിട്ടില്ല. ഹല്ലേലൂയ. പണ്ട് വയറ് നിറഞ്ഞില്ലെങ്കിൽ വാ നിറച്ച് അന്യഭാഷ ഉണ്ടായിരുന്നു. ഇപ്പൊ വയറ് നല്ലതായിട്ട് നിറയാൻ തുടങ്ങിയപ്പോൾ വായിക്കാത്തൊന്നുമില്ല. ഇത്രയും നേരം യോഗത്തിന് വന്നിരുന്നിട്ടും ഉപ്പ് നോക്കാൻ സ്വത്രം പറയാത്തവരുണ്ട് ഇതിനകത്ത്. ഹല്ലേലൂയ. അപ്പോ IPC നോർത്ത് ആൻഡ് സൗത്ത് ഡിസ്ട്രിക്ട് 38 സഭകളുണ്ട് എൻ്റെ ഓർമ്മയിൽ. ഒരുമിച്ച് നിന്നൊരു സമയമുണ്ട്. ഇപ്പൊ 2 ഡിസ്ട്രിക്റ്റാ. ഇപ്പം നമുക്ക് കൊട്ടാരക്കര ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെയൊക്കെ മാറുന്ന പോലെ അന്ന് ഈ 2 ഡിസ്ട്രിക്റ്റും കൂടെ ഒരുമിച്ച് നിന്ന കാലം ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ. അന്ന് തിരുനക്കര മൈതാനത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ, അന്ന് കൺവെൻഷന് 7 ദിവസമായി. ഇപ്പം ദേവാസന്മാർക്കറിയാം, നമ്മൾ കമ്മിറ്റി തീരുമാനിക്കുന്ന അത്രയും ദിവസം അല്ലായിരുന്നു അന്ന് കൺവെൻഷൻ. 2.5 ദിവസം 3.25 ദിവസം ഒന്നുമല്ല. അന്ന് കൺവെൻഷൻ വെച്ചാൽ 7 ദിവസം. 1-ാം ദിവസം മാനസാന്തരം, 2-ാം ദിവസം സ്നാനം, 3-ാം ദിവസം അഭിഷേകം,
4-ാം ദിവസം വേർപാട്, 5-ാം ദിവസം അപ്പം നുറുക്ക്, 6-ാം ദിവസം കൂട്ടായ്മ പ്രാർത്ഥന, 7-ാം ദിവസം യേശുവിന്റെ മടങ്ങി വരവ്. അപ്പൊ കൺവെൻഷൻ പന്തലിൽ നിന്ന് ഒരുത്തൻ ചർച്ചിനകത്തോട്ട് കയറിയാൽ അവൻ അറിയേണ്ടതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചർച്ചിനകത്ത് കയറുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഈ വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ട് സ്നാനം എന്നാന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ സ്നാനപ്പെട്ടവനോട് രക്ഷ എന്നാന്നൊന്ന് ചോദിച്ചു നോക്കിയേ. നിങ്ങൾക്ക് വല്ലതും വെച്ച് എനിക്കിട്ട് എറിയണമെന്ന് തോന്നുന്നുണ്ടോ? എറിയണമെങ്കിൽ എറിയണം. ദേഹത്ത് വെള്ളം മുട്ടിയത് കൊണ്ട് സ്നാനം എന്നാന്ന് മനസ്സിലായി. സ്നാനക്കുളത്തിൽ ഇറങ്ങിയത് കൊണ്ട് സ്നാനം എന്നാന്നൊരു ചെറിയ വെട്ടം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. രക്ഷ, വാട്ട് ഈസ് സാൽവേഷൻ? രക്ഷ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? എങ്ങനെയാണ് രക്ഷ? എങ്ങനെയാണ്? അമ്മ എന്നോടൊന്നും തോന്നരുത്, നിങ്ങൾക്കിതെല്ലാം അറിയാം. എങ്കിലും എന്റെ വെപ്രാളം കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു പോയതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ ദൈവമക്കൾ. അന്ന് 7 ദിവസം കൺവെൻഷൻ നടക്കുമ്പോൾ കോട്ടയം തിരുനക്കര മൈതാനത്ത് കൺവെൻഷൻ പന്തലിന്റെ കാവൽക്കാരനായിരുന്നു എൻ്റെ അപ്പൻ. തുറന്നു കിടക്കുന്ന ആ കൺവെൻഷൻ പന്തലിലെ കസേര സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകാരൻ. ആമേൻ. തലയിൽ ഒരു വെള്ളത്തോർത്തും വട്ടത്തിൽ കെട്ടി നീളമുള്ളൊരു വടിയും പിടിച്ചുകൊണ്ട് എൻ്റെ അപ്പൻ ആ ഗ്രൗണ്ട് വഴി നടക്കും. എന്തിനാണെന്നറിയാമോ? ആരും കള്ളന്മാർ കസേര കട്ടുകൊണ്ട് പോകാതിരിക്കാൻ. ഇതുപോലുള്ള യമഹായുടെയും അതുപോലെ ഡൈനാടെക്കിൻ്റെയൊക്കെ ബോക്സ് വില കൂടിയതല്ലേ, അതൊക്കെ ആരും കൊണ്ടുപോകാതിരിക്കാൻ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കും. എൻ്റെ ഓർമ്മയിൽ അന്ന് ഒരു രാത്രി ഞങ്ങളുടെ അപ്പന് കിട്ടുന്ന പൈസ 20 രൂപയാ പാസ്റ്ററങ്ങളെ. 20 7 ദിവസം 7 × 14 140 രൂപ. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന KC ചെറിയാനപ്പച്ചൻ, എൻ്റെ അപ്പായിക്ക്, എൻ്റെ സാറും കൂടി അദ്ദേഹം, എൻ്റെ അപ്പൻ ഒരു 50 രൂപ കൊടുക്കും. എടാ ഇഞ്ഞു വാടാ, ഇന്നാടാ ഇരിക്കട്ടെ, ഒരു 50. അങ്ങനെ 140ഉം 50ഉം നിങ്ങൾ കണക്കിന് വളരെ പുറകോട്ടാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 190 രൂപ, 10 രൂപ പന്തലിൽ കിടന്ന് കിട്ടും. അതെങ്ങനെയാണെന്നറിയോ? അന്നത്തെ പെന്തിക്കോസുകാർ ആരാധിക്കും. ഇന്നത്തെ പോലത്തെ മെഴുകു പ്രതിമയല്ലായിരുന്നു അന്ന്. ഹല്ലേലൂയ. 6:45 കൊണ്ടുവച്ചേച്ച് 9:15 എടുത്തോണ്ട് പോകുമ്പോ മേനി അനങ്ങാതെ യോഗം കഴിഞ്ഞു പോകുന്നവരുണ്ട്. പക്ഷെ അന്തസ്സുള്ള പെന്തിക്കോസുകാർ അങ്ങനെയല്ല. ഹല്ലേലൂയ. അവർ ചാടി ആരാധിക്കുമ്പോ പോക്കറ്റിൽ കിടക്കുന്ന പൈസ തെറിക്കുമായിരുന്നു. ഇന്നിപ്പോ അറിയാതെ ചാടിയാലും പോക്കറ്റ് ഞെക്കിക്കൊണ്ട് ചാടുമ്പോൾ എന്നെ ആത്മാവിലായാലും ഒന്നും പോകാതിരിക്കാൻ ഇത് പറയുന്നവനോട് കലിക്കാതെ പറയുന്നത് ശരിയാണോ എന്ന് ആലോചിക്കാൻ. നാട് വിട്ട് നാമധേയ കൂട്ടം വിട്ട് ആമേ നിങ്ങൾ ഇറങ്ങിയത് എന്തിനാ? ഇന്നിരിക്കുന്ന പോലെ വെറുതെ കിഴക്കോട്ട് നോക്കി ഇരിക്കാനാണെങ്കിൽ നിന്ന സ്ഥലം തന്നെയല്ലേ നല്ലത്? ഇറങ്ങിയത് ആരാധിക്കാനാണോ ആത്മനിറവിനാണോ? ഒന്ന് അന്യഭാഷ പറ. നിങ്ങൾ യോഗം നിയന്ത്രിക്കണ്ട. ഒന്ന് അന്യഭാഷ പറഞ്ഞു ദൈവത്തെ സ്തുതിക്ക്. ഇച്ചിരി ഒച്ച നിങ്ങളുടെ അകത്തോട്ട് ചെല്ലട്ടെ. സ്വർഗത്തിൽ ചെന്നാൽ അവിടെ ഒച്ചയാ. അതുകൊണ്ട് കൈ അടിച്ചൊന്ന് ആരാധിച്ചോ. നാം ഇറങ്ങിയത് ആരാധിക്കാൻ വേണ്ടിയാ. 1-ാം നൂറ്റാണ്ടിലെ സഭ ആരാധിച്ച സഭയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോട്ടെ, ഞാൻ ആ ഭാഗം പിന്നാലെ പറഞ്ഞു വരാം. പിന്നാലെ നമ്മുടെ ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു, നമ്മുടെ ഒത്തിരി ആളുകൾക്ക് ആരാധനയോട് ഭയങ്കര അസ്വസ്ഥതയുണ്ട്. ചാണ്ടപ്പിള്ള സാറിൻ്റെ വീടിൻ്റെ 3-ാമത്തെ വീടാണ് എൻ്റെ വീട്. ബ്രദറിലെ ചാണ്ടപ്പിള്ള സാറിന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ നല്ല നല്ല ഇരുത്തം വന്നൊരു പ്രഭാഷകനാണ്. ഇരുത്തം വന്ന അദ്ദേഹമൊക്കെ യേശുവിൻ്റെ ക്രൂശീകരണം പ്രസംഗിക്കുന്നത് കേട്ടാൽ നമ്മളിത് ഇങ്ങനെ ഇരുന്ന് കേൾക്കും. ബ്രദറുകാരുടെ യോഗത്തിന് ഒരൊറ്റ പെന്തിക്കോസുകാരനെ കാണാൻ പറ്റുകയില്ല. പെന്തിക്കോസുകാരുടെ യോഗത്തിന് കെട്ടുകണക്കിന് ബ്രദറുകാരാണ്. നിങ്ങൾ അടുത്ത യോഗത്തിന് എന്നെ വിളിക്കേണ്ട, എന്നെ വെറുതെ വിട്ടേര്. നാം ഇറങ്ങിയത് ആരാധിക്കാനാ. അങ്ങനെ നിങ്ങൾ കണ്ണുമിഴിച്ചാൽ ഞാൻ പേടിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം കഴിഞ്ഞ 30 വർഷമായി ഞാൻ സഭയുടെ പാസ്റ്ററാണ്. ഇപ്പൊ ഇരിക്കുന്ന 7-ാമത്തെ സഭയാ. സത്യം പറഞ്ഞിട്ട് ഛേദം വന്നാലും മാറാൻ പറ്റുകയില്ല. നമ്മൾ ഉറക്കം തൂങ്ങാൻ വന്നവരല്ല. നമ്മൾ വിധിക്കാനും വധിക്കാനും വന്നതല്ല. നമ്മൾ ആരാധിക്കാൻ ഇറങ്ങിയവരാണ്. ആ കൈ ഉയർത്തി ദൈവമക്കളൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
അങ്ങനെ 200 രൂപയ്ക്ക് വേണ്ടി പന്തൽ കാത്തൊരു അപ്പൻ്റെ മോനാ ഞാൻ. എനിക്ക് എന്തൊരു അഭിമാനമാണ്. 200 രൂപ, 200 രൂപയ്ക്ക് വേണ്ടി എൻ്റെ അപ്പൻ വിശ്വസ്തമായിട്ട് പന്തൽ കാത്തപ്പോ ദൈവം ചെയ്ത് കേൾക്കണോ, അതേ തിരുനക്കര മൈതാനത്ത് ഞാൻ എത്രയോ തവണ യേശുവിനെ പ്രസംഗിച്ചു കഴിഞ്ഞു. ആമേ, പിതാക്കന്മാർ വിശ്വസ്തമായി ദൈവത്തെ സേവിച്ചാൽ അവരുടെ തലമുറകൾ അനാഥമാകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന പിതാക്കന്മാരുണ്ടെങ്കിൽ അവർ ശക്തിയോടെ ഹല്ലേലൂയ പോട്ടെ. ആമേൻ. പുതുനിയമസഭ ഉദരപൂരണത്തിനുള്ളതല്ല, ഇതിന്റെ ലക്ഷ്യം നിത്യതയാണ്. അതുകൊണ്ട് തന്നെയാ നമ്മൾ എപ്പോഴും പാടുന്നത്, പാവനമാം പട്ടണത്തിൽ ആര് കിടന്നിടും, പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ നീതിയായി നടന്ന് നേർപറഞ്ഞി മണ്ണിൽ പാതിവൃത്യമുള്ള ഓമുത്തുമയമായി വിളങ്ങും പട്ടണമതാണ് പുത്തനരുശലേം പുരം തത്ര ശോഭിതം വിധി സ്വച്ഛ സ്ഫടിക തുല്യം തങ്ക നിർമ്മിതമാ ആ പട്ടണമതിന്റെ ഓയൻ പ്രയാണക്കാലം 4 വിരൽ നീളം ആയത് പ്രതാപോ കഷ്ടത മാത്രം ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ഇരിക്കുന്ന ദൈവമക്കൾ പലർക്കും എനിക്ക് ഫീഡ്ബാക്ക് വേണേ. വി എ തോമാച്ചാനെ അറിയാം, കണ്ണൂക്കാരൻ വി എ തോമാച്ചാൻ. എൻ്റെ വൈഫിൻ്റെ അപ്പയൊക്കെ സ്നാനപ്പെടുത്തിയ അദ്ദേഹം ഉടുപ്പും മുണ്ടും കൂടെ കൂട്ടി തൂക്കി നോക്കിയാൽ 44 കിലോയേ ഉള്ളു. അദ്ദേഹം ആഹാരം കഴിക്കാൻ മറന്നു, പ്രസംഗിക്കാൻ മറന്നില്ല, ഉറങ്ങാൻ മറന്നു, യേശുവിനെ ശുശ്രൂഷിക്കാൻ മറന്നില്ല. ആരുടെയോ ബൈക്കിന്റെ പുറകിൽ അള്ളിപ്പിടിച്ച്, ഇന്നത്തെ കാലത്തല്ലേ ഇന്നോവ വരുന്നാൽ ഒരു സ്തോത്ര കാഴ്ച, ഇന്നോവയുടെ ചെറിയ വണ്ടി വന്നാൽ വേറൊരു സ്തോത്ര കാഴ്ച, മാരുതി 800 വന്നാൽ ഒരു സ്തോത്ര കാഴ്ച, വണ്ടിയിലെങ്ങാനും വന്ന അവൻ്റെ കച്ചവടം കഴിഞ്ഞു. വായി ദൂതുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, ഏത് വണ്ടിയിൽ നമ്മളിത് എന്തൊരവസ്ഥയിലോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് എനിക്കറിയില്ല, മനസ്സിലാവണില്ല സത്യത്തിൽ ഇതെന്താ ഈ സംഭവിക്കുന്നെന്ന് പോലും. ആമേ, ആരുടെയോ ബൈക്കിന്റെ പുറകിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് വിയത്താമച്ചാൻ യോഗസ്ഥൽ. അദ്ദേഹത്തിന് തീരെ ആരോഗ്യക്കുറവ്, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ചെന്നിറങ്ങിയപ്പോൾ ആ സൈലൻസർ കാലിന്റെ മസിലെ കൊണ്ടെന്ന് ആഴമായി പൊള്ളി. അദ്ദേഹത്തിന്റെ ഷുഗർ നോർമൽ 400. അപ്പൊ കൂടിയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. മോളി പത്തനംതിട്ടയിൽ താമസിക്കുന്നുണ്ടല്ലോ കുടുംബമായിട്ട്. ആമേൻ. ആ മുറിവ് പിന്നെ പുറത്തില്ല, ആ പഴുപ്പിങ്ങനെ കയറി അവസാനം മരുന്ന് പിടിക്കാതെയായി. ആമേ, CMC വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാല് മുറിച്ചു കളയേണ്ടി വന്നു. അവസാനത്തെ 5 പ്രസംഗങ്ങൾ കസേരയിലിരുന്നാണ്. ആമേ, ഒരു ദിവസം തൻ്റെ 5 പ്രസംഗങ്ങൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. കർത്താവ് തൻ ഗംഭീരനാഥത്തോടെ എന്ന വാക്യം പ്രസംഗിച്ച്, ആമേ, കർത്താവ് തൻ ഗംഭീരനാഥത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ, ആമേ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് പറഞ്ഞേച്ച് ആ കസേരയിരുന്നൊന്ന് അപ്പച്ചനൊന്ന് പിടച്ചു. ആമേ, ദൈവദാസന്മാർ ഓർത്തിപ്പം മറിഞ്ഞു വീഴുമായിരിക്കുമെന്ന് അപ്പച്ചൻ പിടച്ചത് പ്രത്യാശ ഓർത്തിട്ടാ. ഇത് പറഞ്ഞിട്ട് വി എ തോമച്ചൻ പറഞ്ഞൊരു വാക്കുണ്ട്, പ്രിയപ്പെട്ടവരെ, എന്റെ മുട്ടിനടിയിൽ എന്റെ കാലില്ല. ആമേ, നഖം വെട്ടി, ആമേ, എണ്ണ പുരട്ടി, ക്രീം പുരട്ടി സംരക്ഷിച്ച് എന്റെ കാലുകൾ CMC വെല്ലൂർ മെഡിക്കൽ കോളേജിന് കട്ടിയുള്ള ടേബിളിലിട്ട് വലിയ വെട്ടത്തിന്റെ കീഴിട്ടവർ വെട്ടിമാറ്റി. എന്തിയെ എന്റെ കാല് ചാവാലിപ്പട്ടിക്ക് കൊടുത്തു കാണാം, എന്തിയെ എന്റെ കാല് മണ്ണിൽ കുഴിച്ചു മൂടി കാണാം, എന്തിയെ എന്റെ കാല് കടലിലെറിഞ്ഞു കാണാം, എന്തിയെ എന്റെ കാല് കരണ്ടെ വെച്ച് കത്തിച്ച് കാണാം. ഇത് പറഞ്ഞ് ചപ്പച്ചൻ പറഞ്ഞ് കേൾക്കണം, എന്റെ കാൽ എവിടെയാന്ന് എനിക്കറിയണ്ട, പക്ഷെ കാഹളം ധരിക്കുമ്പോൾ എന്റെ കാൽ എവിടെയാണെങ്കിലും അവിടുന്ന് പറന്ന് പറന്ന് പ്രത്യാശയുള്ളവരുണ്ടെങ്കിൽ രാമൻ പറഞ്ഞാട്ട് എന്റെ കാല് പറന്ന് പറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ
ചെറിയാച്ചനെ പച്ചൻ പാടിയ പാട്ട് നിങ്ങൾ ഓർക്കുന്നില്ലേ? മധുരയുടെ മധുര ഗായകൻ ഭാര്യ ലേബർ റൂമിനകത്ത് കിടന്ന് വാവിട്ട് കരയുമ്പോൾ പണം മുടക്കാൻ ഒരു തുട്ട് പണം കയ്യിലില്ലാതെ ആമേൻ ആമേൻ വാവിട്ട് ഭാര്യയുടെ നിലവിളി പുറത്ത് കേൾക്കാം. ആ മഞ്ഞുള്ള മുറ്റത്ത്, ആ ആശുപത്രിയുടെ മുറ്റത്ത് ഇരുന്നുകൊണ്ട് പാടിയതാ. വൻവിനകൾ വന്നിടുകിലും വലയത്തില്ല ചെറിയാച്ചന്റെ ഹൃദയം. കാരണം എന്റെ അഭയം എന്റെ വല്ലഭനാണ്. പിന്നെ എനിക്ക് എത്ര മഹത്വമുള്ള മാർഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ അഹംഭാവത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വിട്ടേര്, ഞാൻ ആ ഭാഗത്തൊന്ന് പോകുക. മർക്കോസിന്റെ സുവിശേഷത്തിൽ വരണം. ഒന്ന്, ആമേ, ഇത് സാത്താൻ കാണിക്കുന്ന കല്ല് അപ്പമാക്കി വയറ് നിറയ്ക്കേണ്ട ഗതികേടുള്ള തലമുറയല്ല. ഇനി നാളെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഇവിടുത്തെ പാർലമെന്റും ഇവിടുത്തെ നിയമസഭയും ഒക്കെ ഒരുപക്ഷെ സഭയ്ക്കെതിരായെന്ന് വരാം. വെള്ളക്കാടും ചുവപ്പ് കാർഡും നീലക്കാർഡും പച്ചക്കാർഡും മേടിച്ചവർ കണ്ടെത്തിക്കളയും. കൃപയുള്ളവർ പേടിക്കണ്ട. റേഷൻ കട ഇല്ലാത്ത മരുഭൂമിയിൽ മന്ന പൊഴിച്ച ദൈവം ജീവിച്ചിരിക്കുകയാണ്. സാഹചര്യങ്ങളെ പേടിക്കുന്നവനല്ല ദൈവ പൈതൽ. അതിനെ അനുകൂലമാക്കാൻ കരുത്തനായ ഒരു ദൈവം. ഒരു നല്ല ആമേൻ പറ. രണ്ട്, സാത്താൻ യേശുവിനെ ഉയർന്ന മലയുടെ ദേവാലയ ഗോപുരത്തിന്റെ മേളിൽ കയറ്റിച്ച്, നിങ്ങൾ എന്നോട് കൂടെയുണ്ടോ? താഴോട്ട് ചാടിക്കോ, നിന്നെ ദൂതന്മാർ പിടിച്ചോളൂ. എൻ്റെ പൊന്ന് പാസ്റ്റർ, നമ്മുടെ ആരെങ്കിലും ഉണ്ടല്ലോ, ദൈവം എന്നെ പിടിക്കുമെന്ന് കാണിക്കാൻ വേണ്ടി എടുത്തൊരു ചാട്ടവും ചാടും. തമ്പുരാനോട്ട് പിടിക്കത്തുമില്ല. അവിടെ കിടന്ന് ഒടിയും. കുറെ നാൾ കഴിയുമ്പോൾ മുടിയും. അതിൻ്റെ അവിടെ നമുക്ക് പറ്റിയ അബദ്ധം എന്നാണെന്നറിയോ? നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്ന സാത്താൻ അല്ലല്ലോ. എന്തിനാ നമ്മൾ അത്ഭുതങ്ങൾ എഡിറ്റ് ചെയ്തത്? ആരെയോ കാണിക്കാൻ. യേശുവിന്റെ അത്ഭുതങ്ങൾ എഡിറ്റ് ചെയ്ത് ആരെ കാണിക്കാനാ? ഓ, നിങ്ങൾക്ക് ഒരു ആമേൻ പറയാൻ പറ്റുമോ? യേശുവിന്റെ അത്ഭുതങ്ങൾ സാത്താനെ കാണിച്ച് മിടുക്കരാകാനാണോ നമ്മൾ വെള്ളം ഉടുപ്പിട്ടത്? അല്ല. അത്ഭുതങ്ങൾ ആഘോഷിക്കാനുള്ളതല്ല, ഇത് അനുഭവിക്കാനുള്ളതാണ്. യേശു സാത്താനോട് പറഞ്ഞു, സാത്താനെ, ഞാൻ ചാടത്തുമില്ല, നിന്റെ മുമ്പിൽ കിടന്ന് ചാടാൻ എന്നെ കിട്ടത്തുമില്ല. പിന്നെ നീ തള്ളിയിട്ടു, ദൈവം എന്നെ പിടിച്ചോളൂ. ഞാൻ ചാടിയാൽ പിടിക്കുകയില്ല. ഇനി ഒന്നുകൂടെ സാത്താനോട് പറഞ്ഞു, ആമേ, ഞങ്ങൾ അപ്പനും മോനുമാ, ബന്ധം സ്ട്രോങ് ആണെങ്കിൽ നടുക്ക് പരീക്ഷണമില്ല എന്ന് ആമേൻ പറഞ്ഞു ഇനി വരുമെന്ന് ദൈവത്തിനറിയാം. നിങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണം നടത്തി തരാമെന്ന് ദൈവം 100 രൂപ പേപ്പറിൽ എഗ്രിമെന്റ് തന്നെയാണോ? അന്നാണോ നിങ്ങൾ സ്നാനപ്പെട്ടത്? വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ അന്നാണോ നിങ്ങൾ സ്നാനപ്പെട്ടത്? നിങ്ങളുടെ കൊച്ചിന് വീസ തരാമെന്ന് പറഞ്ഞ അന്നാണോ? ചാക്കിനകത്ത് അരി വെച്ച് മക്കളെ പറ്റ ഒറ്റ അമ്മേനെ പോലും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാ ചാടി സ്നാനക്കുളത്തിൽ ഇറങ്ങിയത്? ദൈവം വിശ്വസ്തനാന്നുള്ള തിരിച്ചറിവ്. ഹല്ലേലൂയ. ദൈവം ഇന്ന് വരെ വിശ്വസ്തനാണ്. നല്ലൊരു ആമേൻ പറയാവോ? എനിക്ക് ഇന്ന് രാത്രി ഒത്തിരി റിയലി ഐ ആം സോ ഹാപ്പി. ആമേൻ. ഞാൻ ആ ദൂതുമായിട്ട് മുൻപോട്ട് പോകാം. സാത്താൻ പറഞ്ഞു, 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, എനിക്കൊരു ആരാധന തരാമെന്ന്. സാത്താൻ എന്നെ മിടുക്കനെന്ന് ആലോചിച്ചേക്ക്. ഹല്ലേലൂയ. 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, കിഴക്കേത്തെരുവിൽ 3 ഷട്ടറിന്റെ കട തരാമെന്നും, കൊട്ടാരക്കരയിൽ 7.5 സെന്റ് ഭൂമി തരാമെന്നും, 5 പട്ടയ്ക്ക് പാല് തുപ്പുന്ന 3.5 ഏക്കർ റബ്ബർ തോട്ടം മണിമല തരാമെന്നും അല്ല സാത്താൻ പറഞ്ഞത്. 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, ഒരാരാധന. അമ്മ എന്ന് പറഞ്ഞാൽ സാത്താന് നല്ല വെളിപ്പാടാണ്. 5 ഭൂഖണ്ഡത്തെക്കാൾ വിലയുണ്ട് ഓരോ ആരാധനയ്ക്ക്. ഈ ആരാധന മുടക്കി വെച്ചാണ് സ്ഥിരം വകയിലുള്ള അമ്മാച്ചന്റെ മോന്റെ അനിയന്റെ അളിയന്റെ ഉപ്പാപ്പന്റെ കൊച്ചുമോന്റെ കല്യാണത്തിന് പോകുന്നത്. സ്ഥിരം കല്യാണത്തിന് പോകുന്നവരില്ലേ? സ്ഥിരം കല്യാണത്തിന് പോകുന്നവര്. ഇനി നമ്മുടെയൊക്കെ സഭകളിൽ വേറൊരു പരിപാടിയുണ്ട്. സ്തോത്ര കാഴ്ച ഇട്ടേച്ച് പാസ്റ്റിനെ മുഖത്തൂടെ ഒന്ന് നോക്കിയേച്ച് ഇറങ്ങി പോകുന്നവരില്ലേ? അതിന്റെ അർത്ഥം എന്നറിയോ? എടാ, നിനക്കുള്ളത് ഇവിടെ ഇട്ടിട്ടുണ്ട്, ഇനി എന്നെ വിളിക്കരുത്. ആ പാസ്റ്റിന് നിസ്സഹായമായ ഒരു നിപ്പുണ്ട് ആ സമയത്ത്. കാര്യം ഇയാൾക്കുള്ളത് ഇവിടെ ഇട്ടിട്ടുണ്ട്, അവിടെ പിടിച്ചോണം, എന്റെ പുറകെ. എന്തൊരു അപകടമായത്. റാന്നിയിൽ ഒരു അമ്മച്ചിയെ ശനിയാഴ്ച പാസ്റ്റർ വിളിച്ചു വെച്ചു, അമ്മ നാളെ ആരാധനയ്ക്ക് വരുമോ? അന്നേരം അമ്മ പറഞ്ഞു, പാസ്റ്റർ നാളെ വരികയല്ലേ പാസ്റ്റർ. അന്നേരം പാസ്റ്റർ വെച്ചാൽ അതെന്താ? കാലിൻ്റെ പുറകിലത്തെ മസിലിനൊരു ചെറിയ പിടുത്തമുണ്ട്, എനിക്ക് സ്റ്റെപ്പ് കയറാൻ മേല. അപ്പം നമ്മൾ ഓർത്തില്ലേ ഒത്തിരി സ്റ്റെപ്പ് ഉണ്ടെന്ന്? ഒത്തിരി സ്റ്റെപ്പില്ല, 4 സ്റ്റെപ്പേ ഉള്ളൂ. ചർച്ചിനകത്തോട്ട് 4 സ്റ്റെപ്പേ ഉള്ളൂ. എന്നാൽ പിന്നെ പാസ്റ്റർ പറഞ്ഞു, കാര്യം ചൂടായി പോയെങ്കിൽ വേറെ ഒത്തിരി സഭയുടെ വാതിൽ തുറന്നിട്ടിരിക്കുക. ശാസനവും തർജ്ജനവും ഗുണീകരണവും ഒക്കെ പണ്ടായിരുന്നു.
അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ, ആമേൻ. എന്നാ പിന്നെ ആയിക്കോട്ടെ അമ്മ. പിറ്റേ ദിവസം ആ വെള്ളം കയറി ചെന്നത് 4 സ്റ്റെപ്പ് കയറാൻ മേലാത്ത അമ്മ എലിവാണം വിട്ടതുപോലെയാ 3-ാം നിലയുടെ മേളിലോട്ട് പോയത്. ഇത് ഞാൻ പറയുമ്പോഴാണ് ഞാൻ കുരുത്തം കെട്ടവനായത്. ഹല്ലേലൂയ. ഇന്നിപ്പോ ഈ യോഗത്തിന് ഒരു പ്രാവശ്യം പോലും കൈയടിക്കാത്ത ആൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മമ്മ ഒരു 3 ചപ്പാത്തി ഇങ്ങോട്ട് എടുത്തു വെക്കും. ആ ചപ്പാത്തി എന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചെന്ന് പ്രവാചകന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. ഒറ്റ വലിക്കാൻ മനുഷ്യൻ ആ ചപ്പാത്തി കയറും. അതിന്റെ പകുതി കഷ്ടപ്പാടിലൊന്ന് കൈയടിച്ച് ആരാധിക്കാൻ. ഇത് ഞാൻ പറയുമ്പോഴാണ് ഞാൻ കുരുത്തം കെട്ടവനായത്. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് ഒരു വാക്കൂടെ പറഞ്ഞ് ദൂതിന്റെ ഗൗരവത്തിലേക്ക് കയറുക. കാരണം എന്നോട് നിങ്ങൾ ലിമിറ്റിൽ കൂടുതൽ ദേഷ്യം കയറരുത്. എൻ്റെ വണ്ടി ലോണാണ്, അത് തല്ലി പൊളിക്കുകയും ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. ഞാൻ ഏറ്റവും പ്രസംഗിക്കാൻ പേടിക്കുന്ന ഒരു അധ്യായമുണ്ട് ബൈബിളിനകത്ത്. അത് മത്തായി സുവിശേഷം 25. അത് ഞാൻ പേടിക്കാനുള്ള ഏക കാരണം, വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. നമ്മൾ 100 മറുപടിയാ. കുന്തിരിക്കം, കുരിശ്, കൊട, പെന്തിക്കോസിനകത്ത് തമ്പാറ്, കിലുക്കം, ഭൂതളക്ക്, മുത്ത്, വെള്ളമുടുപ്പ്, അക്വാബയുടെ വെള്ള ചുടിദാറും ലിനന്റെ വെള്ള ഷർട്ടും. ഇത് ഞാൻ എങ്ങനെ പഠിച്ചെന്നോ? എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. മോൾക്ക് മൂത്ത പെങ്കൊച്ചിന് 20 വയസ്സായി. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ ഞാൻ കേൾക്കാതിരിക്കുവോ? എന്താ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. എൻ്റെ മറുപടി ആ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞ മണവാളന്റെ മണിയറയിലേക്കുള്ള മണവാട്ടിയുടെ യാത്രയുടെ പേരാണ് ക്രിസ്ത്യാനിറ്റി. നമ്മൾ കൂടുതൽ മൂലഭാഷയൊന്നും തപ്പാൻ പോകണ്ട. എന്നാ സിമ്പിളാ മണിയറയിലേക്കുള്ള മണവാട്ടിയുടെ യാത്ര. പൗലോസ് ഇച്ചിരി കൂടെ വിശാലമാക്കി, കറാ ചുളുക്കം പാട്ടം മുതലായ ഒന്നുമില്ലാതെ കാന്ത തന്നെത്താൻ ഒരുക്കി തേജസ്സോടെ ചെല്ലണം. അതൊക്കെയാ സാധനം. ആമേൻ. ആ യാത്രയുടെ പേരാ. അതൊക്കെ ഈ TPM യോഗത്തിന് നല്ല പാട്ട് കേൾക്കാം. എൻ മണവാള, എൻ മണവാള, എൻ മനം കവർന്നെൻ മനതാരിൽ കുടിക്കൊണ്ട സുന്ദര രൂപനെ പ്രിയനെ. എന്ത് രസമാ കേൾക്കാൻ. നമ്മൾ പാടിയാൽ 9 സ്കെയില്, 6 താളം, പിന്നെ ത്രിപട, പിന്നെ ബഹളം. അവർ നല്ല വൃത്തിയായിട്ട് പാടും ആ തമ്പാറും വെച്ച്. ഓ എൻ മണവാള, എൻ മണവാള, എൻ മനം കവർന്നെൻ മനതാരിൽ കുടിക്കൊണ്ട സുന്ദര രൂപനെ പ്രിയനെ. കേട്ടോ എന്നെ സുഖമായിട്ടാ. അപ്പോ പച്ചയ്ക്ക് പച്ച മണിയറയിലേക്കുള്ള മണവാട്ടിയുടെ യാത്രയുടെ പേരാണ് ക്രിസ്ത്യാനിറ്റി. ആ യാത്ര അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി നമ്മുടെ പേര് മാർഗക്കാരെന്നാണ്. IPC ചർച്ചക്കോട്, ഷാരോ, ന്യൂ ഇന്ത്യ, ഈവനിംഗ് ലൈറ്റ്, മോർണിംഗ് സ്റ്റാർ, ഇതൊക്കെ നമ്മൾ ഇട്ടതാ. അപ്പോസ്തല പ്രവൃത്തിയിലെ പേര് മാർഗക്കാരെന്ന. അതുകൊണ്ടാണ് നമ്മുടെ അപ്പച്ചൻ എഴുതിയത്, ആമേ സിയോൻ സഞ്ചാരി, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ആ യാത്രയിൽ പേടിക്കാനുള്ള 3 വാക്കുകൾ അവിടെയുണ്ട്. ഞാൻ പെട്ടെന്ന് ദൂതിന്റെ ഗൗരവത്തിൽ വരാം. 1 കന്യക, ഒന്ന് ചേർന്ന് പറഞ്ഞേ, കന്യക. 2 പുറപ്പാട്, എക്സഡസ്. 3 വിളക്കിലും പാത്രത്തിലും എണ്ണ. ഈ 3 വാക്കുകൾ നിങ്ങൾ ചത്താലും മറക്കരുത്. 1ാമത്തെ വാക്ക് കന്യക. എന്താ കന്യക എന്ന വാക്കിന്റെ അർത്ഥം? പുരുഷൻ തൊടാത്തവൾ. എന്താ വാക്കിന്റെ അർത്ഥം? മണിയറയിലേക്കാണ് പോകുന്നതെങ്കിൽ അനിഷേധ്യമായ വിശുദ്ധ ജീവിതം അനിവാര്യമാണ്. കണ്ടോ 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 കണ്ടോ, ഹല്ലേലൂയ പറയാതിരിക്കുന്ന കണ്ടോ. മണിയറയിലേക്കാണ് പോകുന്നതെങ്കിൽ വിശുദ്ധി എന്ന വിഷയത്തിന് കോംപ്രമൈസ് ഇല്ല. ഞാൻ ഒന്നുകൂടെ പറയാം, വിശുദ്ധി പ്രസംഗ വിഷയമല്ല, വിശുദ്ധി ആചരണമാണ്. ഒരാൾ 1000 പ്രാവശ്യം വിശുദ്ധി പ്രസംഗിച്ചാലും ആ ആള് വിശുദ്ധനാവണമെന്ന് നിർബന്ധമില്ല. വിശുദ്ധി എന്ന് പറയുന്നത് പ്രസംഗമല്ല, അത് ആചരണമാണ്. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എടോ തന്റെ വായിക്ക് തന്നോട് 1 മിനിറ്റ് വന്ന്. അതെങ്ങനെയാന്ന് പറയാം, BSNL ടവർ പോലെ നിങ്ങളവാ. ഇയാളുടെ വായിലോട്ട് ഞാൻ 1 കുത്ത് പഞ്ചസാര എടുത്തിടുക എന്നോർത്തോ. അപ്പൊ വായിക്കാത്ത മധുരം കാണും. ഉറപ്പാണോ? ആ മധുരം ഒന്ന് മുഖം കൊണ്ട് അവരെ കാണിച്ചേ. ഓ അവൻ ചുമ്മാ ഇങ്ങനെ വെക്കുമായിരുന്നു. അത് കോൾഗേറ്റിന്റെ പരസ്യമാണ്. നിങ്ങൾക്കൊരു സത്യം മനസ്സിലായോ? മധുരം അയാളുടെ വായിക്കാത്തിട്ടാൽ മുഖം കൊണ്ട് കാണിക്കാൻ പറ്റില്ല. അതിന്റെ അർത്ഥം എന്നാ? ചിലത് അനുഭവിക്കാനേ പറ്റൂ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയില്ല.
മനസ്സിലായില്ല? വിശുദ്ധി ഇതുപോലെയാ. വിശുദ്ധി വേഷത്തിലല്ല, വിശുദ്ധി അവനവന്റെ ആചരണമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ ഓർത്ത് എൻ്റെ പ്രസംഗം വഴിതിരിച്ചു വിടരുത്. അവന് യോഗത്തിന് കളർ ഷർട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ അല്ല. എനിക്ക് ആ വക ഒരു കുരുത്തക്കേടുമില്ല. ആമേ. ഞാൻ ഇനി വിളിച്ചാൽ 2 വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വരും. നിങ്ങൾ കണ്ടോണം. ആമേ. ഇത് കളി വേറെയാ. വിശുദ്ധി ആചരണമാണ്. ഒറ്റ വാക്കൂടെ പറഞ്ഞ് ചവിടം വിടാം. മദ്രാസ് മെയിലിന്റെ ട്രെയിനകത്ത് 100 കണക്കിന് എലിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എലീനയും കൊണ്ട് മദ്രാസിലും പോകും, മദ്രാസിൽ നിന്ന് എലീനയും കൊണ്ട് തിരുവനന്തപുരത്തും വരും. ഇന്ന് വരെ എലി കയറിയതിൻ്റെ പേരിൽ മദ്രാസ് മെയിൽ പിടിച്ചിട്ടിട്ടില്ല. പക്ഷേ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിനകത്ത് എലി കയറിയാൽ പോവുകയില്ല, അവിടെ നിൽക്കും. യാത്രക്കാരെ മൊത്തം ഇറക്കും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇരുന്ന് ഉറങ്ങുന്നുണ്ട്, അവർ വിളിച്ച് എഴുന്നേപ്പിച്ചു പറ, ഇതൊന്ന് കേട്ടേച്ച് പോകാൻ പറ. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിനകത്ത് എലി കയറിയാൽ 1 മണിക്കൂർ ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നതിന് 1 ലക്ഷം രൂപ വാടക തന്നേ. എല്ലാവരും ഇറക്കി, എഞ്ചിനീയേഴ്സ് അകത്ത് വന്നു, അതിനകം മുഴുവൻ ചെക്ക് ചെയ്തു, അതിൻ്റെ ഹൈഡ്രോളിക് സംവിധാനങ്ങളും. കാര്യം ഈ എലി വലിയ പ്രശ്നക്കാരനാണ്. അമ്മേ. അങ്ങനെ മൊത്തം ചെക്ക് ചെയ്ത് വെച്ച് 4.5 മണിക്കൂർ കഴിഞ്ഞ് യാത്രക്കാരെ തിരിച്ചു കയറ്റിയപ്പോൾ ഒരമ്മച്ചി ചോദിച്ചു, എടോ 1000 എലിനെ കൊണ്ട് ഞങ്ങൾക്ക് മദ്രാസിന് പോകാം, തനിക്ക് പിന്നെ ഒരെലിനെ കൊണ്ട് പോയാൽ എന്താ കുഴപ്പം? പൈലറ്റ് പറഞ്ഞ മറുപടി കേൾക്കണം. അമ്മ, നിലത്തൂടെ കിടന്ന് വലിയുന്ന വണ്ടിക്ക് എലി പ്രോബ്ലം അല്ല, പറക്കുന്ന വണ്ടിക്ക് പ്രോബ്ലമാണ്. ഹല്ലേലൂയ. നിങ്ങൾ സഭയിലിരുന്ന് കുശുമ്പ് കുത്ത്, തമ്മിത്തല്ല്, വഴക്ക് പിടിക്ക്, ചീത്ത വിളിക്ക്, പല്ലുവേദന എടുക്കുമ്പോൾ ഗുളിക കഴിക്കാതെ പുകലട ഞെട്ട് ചവച്ചു പിടിക്ക്, എന്ന് വൈകുന്നേരം പോയി അരിഷ്ടം കുടിക്ക്, ആരും കാണാതെ പാപം ചെയ്യൂ. ഇവിടെ കടക്കാനാണെങ്കിൽ മേളിലോട്ട് പോണോ? വിട്ടേര്. ഒന്നാമത്തത് കന്യക, രണ്ടാമത്തത് പുറപ്പാട്, എക്സോഡസ്. അത് ഞാൻ ഒരു കോട്ടയം ഭാഷ പറയാം. ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പോയി നോക്കി നിൽക്കാൻ വിശ്വാസിക്ക് അനുവാദമില്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. മൂന്നാമത്തെ കാര്യം, അതെനിക്ക് എമ്പിടി വിശദീകരിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ മർക്കോസിന്റെ സുവിശേഷം എനിക്ക് ആവലുണ്ടാക്കും. മൂന്നാമത്തെ കാര്യം, വിളക്കിലും പാത്രത്തിലും എണ്ണ. വിളക്കിലും പാത്രത്തിലും ഒന്ന് ചേർന്ന് പറഞ്ഞ്, വിളക്കിലും പാത്രത്തിലും. പക്ഷെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് കയറിയ കുഴപ്പമുണ്ടാവോ? ഇല്ലല്ലോ. ഹല്ലേലൂയ. ഇത് വലിയ യെരിഹോവിന്റെ മതിൽ പോലെ നിൽക്കുക. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. ചിലപ്പോൾ ഇന്ന് രാത്രി കൊണ്ട് അത് ഇടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. വിളക്കിലും പാത്രത്തിലും എണ്ണ. നിങ്ങൾ എൻ്റെ ദൈവമക്കൾ പ്ലീസ്, ഞാൻ പുസ്തകത്തുനിന്ന് പുറത്തുനിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ എന്നെ ക്ലിയർ ചെയ്തിട്ടേ വിടാവുള്ളൂ. പുസ്തകമാണെങ്കിൽ അംഗീകരിക്കണം. കാര്യം ഇത് ഞാൻ കുമരകത്ത് നിന്ന് എഴുതിക്കൊണ്ട് വന്നല്ലോ. ആമേൻ. വിളക്കിലും പാത്രത്തിലും എണ്ണ. ആമേൻ. അപ്പൊ ഈ 10 പേർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, മണവാളന്റെ മണിയറ. എല്ലാവരും അതിനു വേണ്ടിയാണല്ലോ ഇറങ്ങിയത്. ആമേൻ. ഈ 10 പേരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ 5 പേര് എന്ന് 5 പേരോട് പറഞ്ഞ്, അച്ഛാ, നമുക്ക് വിളക്കിനകത്ത് എല്ലാവർക്കും എണ്ണയുണ്ട്, പക്ഷെ വിളക്കിലെ എണ്ണ കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുകയില്ല. തോമസ് മാത്യു പാസ്റ്റർ ഞാൻ പറഞ്ഞ് ശരിക്കും കേട്ടോളാം. വിളക്കിലെ എണ്ണ കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുകയില്ല, ഇത് കുഴയും. അന്നേരം ആമേ മറ്റേ 5 പേര് പറഞ്ഞ്, എൻ്റെ കുഞ്ഞെ 63 മുതൽ ഞങ്ങൾ ഈ വിളക്കും കൊണ്ട് നടക്കുന്നതാ, ഇനി ഒരു പാത്രത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നില്ല, ഈ വിളക്കിലെ എണ്ണയും കൊണ്ട് പോകാൻ പറ്റുന്നിടം വരെ ഞങ്ങൾ വരുന്നുള്ളൂ. ഒരു ധാർഷ്ട്യത്തിന്റെ മറുപടി നിങ്ങൾ കേട്ടോ? ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന ഒരാൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് വേണേ പറയാം, ഞാൻ വേദപുസ്തകം കൊണ്ട് ഇറങ്ങിയപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് ഗർഭപാത്രം പോലും ഇല്ലായിരുന്നു, അവനായി കിടന്ന് ചാടുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രായമല്ല എൻ്റെ പ്രസംഗം. ഞാൻ പ്രസംഗിക്കുന്ന വചനമല്ലേ? അതെന്റെ പ്രായം വെച്ചാണോ അതിനെ കണക്ക് കൂട്ടേണ്ടത്? എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? 5 പേര് പറഞ്ഞു, അച്ഛാ, ഈ വിളക്കിലെ എണ്ണ കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുകയില്ല. അന്നേരം മറ്റേ 5 പേര് പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി നാളായി എൻ്റെ കുഞ്ഞെ ഈ വിളക്കിലെ എണ്ണയും കൊണ്ട് ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് കൈയടിക്കാതെ പാടാതെ ചർച്ചയിലിരുന്ന് കർത്തൃമേശ എടുക്കുക. ഇനി എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒരു പാത്രം ഒന്നും ചുമക്കാൻ, ഈ പാത്രം ചുമന്നുള്ള കുഴപ്പം എന്നാണെന്നറിയോ? ഒരു കയ്യിൽ വിളക്ക്, ഒരു കൈ പാത്രം. ഞാൻ എൻഗേജ്ഡ് ആയി പോവും. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഞാൻ ഹോളി സ്പിരിറ്റിൽ എൻഗേജ്ഡ് ആകും. മറ്റത് ഈ വിളക്കിൽ മാത്രം എണ്ണയാണെങ്കിൽ ഒരു കൈ ഫ്രീ ആണല്ലോ, ഇടയ്ക്ക് എങ്ങോട്ടെങ്കിലും ഇട്ട് തോണ്ടാലോ. ഉണ്ടോ? അതുകൊണ്ട് പാത്രത്തിൽ എണ്ണ വേണം. 5 പേര് പറഞ്ഞു, മറ്റേ 5 പേര് പറഞ്ഞു നടക്കുകയല്ലെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ പറ, ഈ 10 പേര്, ബാക്കി 5 പേര് സഭ മാറിയില്ല. ശ്രീ പാസ്റ്റർ എന്നോട് കൂടെ ഉണ്ടാച്ച
5 പേര് സഭയിൽ നിന്ന് പോയില്ല. ഈ വിളക്കിലെ എണ്ണ മാത്രം മതിയെന്ന് വാദിച്ചവരും പാത്രത്തിൽ എണ്ണ എടുക്കണമെന്ന് വാദിച്ചവരും ഇപ്പോഴും ഒരു സഭയിലാണ്. പക്ഷേ മനസ്സ് രണ്ടാണ്. ഈ കെട്ട് പൊട്ടിയില്ലെങ്കിൽ ദൈവസഭ ദേശത്ത് കോമാളി വേഷം കെട്ടേണ്ടി വരും. ഇതിനകത്ത് എവിടെയാ അപകടം? പാത്രത്തിൽ എണ്ണ വേണം, വിളക്കിൽ പാത്രം കത്തുകയില്ല, വിളക്കേ കത്തത്തുള്ളൂ. പക്ഷെ വിളക്കിലെ എണ്ണ തീരും. ഇത് നിറയ്ക്കണം. 63-ാമത്തെ വയസ്സിലെ ഓക്സിജൻ കൊണ്ട് 83-ാമത്തെ വയസ്സിൽ ജീവിച്ച ഒരൊറ്റ ആള് പോലും ഇല്ലെങ്കിൽ ആത്മാവിൽ ദൈനംദിനം പുതുക്കപ്പെടാൻ. ഇനി ഒറ്റ വാക്ക് പറയും, ഞാൻ വിട്ടേക്കും. ഞാൻ നിങ്ങളുടെ ചിന്തയിലോട്ട് ആ ദൂതിട്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വേണേ ചിന്തിക്ക്, അല്ലെ വിട്ടേര്. അവിടെ ചെന്ന് മണവാളിന്റെ മണിയറുടെ വാതിൽക്ക് ചെന്നപ്പോൾ 5 എണ്ണം കൈക്കൊള്ളപ്പെട്ടു, 5 എണ്ണം കൈവിടപ്പെട്ടു. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഒരാമയും പറയുന്നേ. കൈവിടപ്പെട്ട 5 പേരോട് നമുക്കൊരു ഇന്റർവ്യൂ നടത്താം. അമ്മാമേ, പ്രൈസ് ദി ലോർഡ്, എത്ര വർഷമായിട്ട് ഇവിടെയുണ്ട്? ഞങ്ങൾ ഇത്ര വർഷമായിട്ടുണ്ട്. അമ്മാമ അകത്ത് കയറിയോ? ഇല്ല, തള്ളി. ഒന്നാമത്തെ ചോദ്യം, കുല ചെയ്തോ? അയ്യോ ഇല്ല. വ്യഭിചാരം ഇല്ല. മോഷ്ടിച്ചോ? കള്ളസാക്ഷ്യം പറഞ്ഞോ? ഇല്ല. പാലിനകത്ത് വെള്ളം ചേർത്തോ? ഇല്ല. ഒട്ടുപാലും മെറ്റിലും കൂടെ ഒരുമിച്ച് കൊണ്ട് തൂക്കിയോ? ഇല്ല. കർത്തൃമേശ മുടങ്ങുന്ന ഒരു പാപോ ഇവർ ചെയ്തിട്ടില്ല. പക്ഷെ 5 പേര് തള്ളപ്പെട്ടത് എണ്ണയില്ലായ്മ എന്ന ഒറ്റ കാരണത്തിനാണ്. എന്റെ പാസ്റ്റർമാരെ, ഇത് പുസ്തകത്തിലുള്ള വാക്യമല്ലേ? അങ്ങനെയാണെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ തള്ളപ്പെടുന്നത് വ്യഭിചാരത്തിന്റെ പേരിലല്ല, അഭിഷേകത്തിന്റെ പേരിലായിരിക്കും. Come on, come on, somebody shout. Labra thasathia thalarama samthe. Come on, കൈയടിച്ച അന്യഭാഷ പറഞ്ഞ് നമുക്ക് വേണം പരിശുദ്ധാത്മാവിനെ. ആത്മാവില്ലാതെ നിത്യത വിദൂര സ്വപ്നമാണ്. ഇന്നിപ്പം ഇത് ഇഷ്ടപ്പെടാത്ത ആളുകൾ കാണും ഈ യോഗത്തിനകത്ത്. അവർ യോഗം കഴിഞ്ഞ് പറയാം, രക്ഷ പ്രസംഗിക്കേണ്ട സമയത്ത് പുള്ളി അതാ പറഞ്ഞ. അത് ഞാൻ പറഞ്ഞോളാം, ഞാൻ പൊട്ടനൊന്നുമല്ല. യേശു കർത്താവിന്റെ അത്ഭുതങ്ങൾ 37. 3 മരിച്ചവരെ ഉയർപ്പിക്കുന്നു, 3 കുരുടന്മാർക്ക് കാഴ്ച, ഒട്ടനവധി കുഷ്ഠരോഗികൾക്ക് സൗഖ്യം, യായിറോസിന്റെ മകളെ വീട്ടിൽ വെച്ച് ഉയർപ്പിച്ചു, വിധവയുടെ മകനെ റോട്ടിൽ വെച്ച് ഉയർപ്പിച്ചു, ലാസറിനെ വീട്ടിലുമല്ല റോട്ടിലുമല്ല കല്ലറെന്ന് ഉയർപ്പിച്ചു. ഞാൻ ഈ നാടിനോടൊരു ദൂത് പറയാം, എവിടെ നഷ്ടപ്പെട്ടാലും അവിടെ വന്ന് തിരിച്ചു തരാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഈ യോഗം ഒരു സാധാരണ യോഗമല്ല. എന്റെ അകത്ത് വാടുന്ന പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു, ആരോട് പറയാതെ ചില വീടുകൾ അനുഭവിക്കുന്ന നഷ്ടം യേശു നികത്താൻ പറയാ. തലമുറകളോട് ബന്ധപ്പെട്ട് ചില വീടിന്റെ ഹംശാധിയാന ആകത്തുണ്ടായ യേശുവിന്റെ മിനിസ്ട്രിയിൽ ഞാൻ കണ്ട 3 പ്രത്യേകത. 1, ആരും തൊടാത്തവരെ യേശു തൊടും. 2, ആരും മിണ്ടാത്തവരോട് യേശു മിണ്ടും. 3, ആരും കടക്കാത്ത വീട്ടിൽ യേശു കടക്കും. ഇന്ന് രാത്രി നാടിനോട് ഞാൻ ഉറക്കെ പറയാ, അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഞാൻ ഉയർത്തുന്ന യേശുവാണ്. അവന് ജാതിയില്ല, അവന് മതമില്ല, അവന് വർണ്ണമില്ല, അവന് വർഗമില്ല. ഇന്ന് രാത്രി ഏത് പാപിയെയും കെട്ടിപ്പിടിക്കാൻ ഹല്ലേലൂയ.
വീട് വിട്ടുപോയി, വസ്ത്രം കീറി, മുടി നീണ്ടു, പന്നിക്കൂട്ടത്തിന്റെ അകത്ത് വാളവരെ ഭുജിക്കാൻ കൊതിച്ച് കിട്ടിയില്ല. ദേഹം മുഴുവൻ ദുസ്സഹമായ ദുർഗന്ധം വഹിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ഒരു ധൂർത്തുപുത്രൻ ഓടി വരുമ്പോൾ എന്റെ ബൈബിളിൽ ഞാൻ വായിച്ചത് അവനെ കുളിപ്പിച്ചിട്ടല്ല അപ്പൻ ഉമ്മ കൊടുത്തത്. കുളിക്കുന്നതിന് മുൻപ് അതിന്റെ അർത്ഥം ഏത് പാപിയെയും, ഏത് മഹാപാപിയെയും പോട്ടെ, ദൂതന്റെ ഗൗരവത്തിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു മർക്കോസിന്റെ സുവിശേഷം ഭയങ്കര ഷാർപ്പാണ്. നിങ്ങൾ ശാന്തമായി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. മർക്കോസിന്റെ സുവിശേഷത്തിന് ഭയങ്കര മൂർച്ചയാണ്. ഒരു വീട്ടിൽ 3 കറിക്കത്തി കാണും. ചില കറിക്കത്തി എടുത്ത് അമ്മ മോളുടെ കൊടുത്ത് എടുത്തു പറയും, മോനെ അതിന് ഇച്ചിരി മൂർച്ച കൂടുതലാ. ഓർക്കുന്നില്ലേ? ഇതുപോലെ മർക്കോസിന്റെ സുവിശേഷത്തിന് ചാപ്റ്ററുകൾ കുറവാണ്, പക്ഷെ അദ്ദേഹം ഭയങ്കര ഷാർപ്പാണ്. ഒരു തെളിവ് പറഞ്ഞ് പെട്ടെന്ന് സമയം പോകുന്ന എനിക്ക് വെപ്രാളവും വരുന്നു. ഹല്ലേലൂയ. 5-ാം അധ്യായം എടുക്കണം. ഇപ്പൊ കുനിയരുത്, നിവരിയല്ല. അയ്യോ, 5-ാം അധ്യായം 3 സംഭവങ്ങൾ. 6000 ദുരാത്മാവ് കയറിയ ചെറുപ്പക്കാരൻ, 12 വർഷം ചോര ഊറ്റി പിശാച് കൊല്ലാൻ നോക്കിയ ഒരു സഹോദരി, 3 ഏകജാതയായൊരു മകൾ മരിച്ചു കിടക്കുന്ന യായിറോസിന്റെ വീട്. 3 സംഭവങ്ങളെ നൂലിൽ മുത്തു കോർക്കുന്ന പോലെ മർക്കോസ് കോർത്തു. 1 ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ട ചെറുപ്പക്കാരന്റെ വിടുതൽ, 2 ശാപരോഗത്താൽ പിടിക്കപ്പെട്ട ഒരു സഹോദരിയുടെ സൗഖ്യം, 3 മരണത്തിന് മേൽ ജയം. ഒറ്റ അധ്യായം, ഒറ്റ വാക്കി പറഞ്ഞാൽ വേദപുസ്തകത്തിലെ എല്ലാ പേപ്പറും കീറിക്കളഞ്ഞാലും മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം കീറിക്കിടന്നാൽ മതി. ലോകത്തിന് രക്ഷിക്കപ്പെടാൻ ആ ഒറ്റ പേപ്പർ മതി. കാരണം എന്താ? ദുരാത്മാവിന്റെ മേൽ അവൻ അധികാരമുണ്ട്. 2 ശാപത്തിന്റെ മേൽ അവൻ അധികാരമുണ്ട്. 3 മരണത്തിന്റെ മേൽ. കണ്ടോ മർക്കോസിന്റെ വെളിപ്പാടിന്റെ മൂർച്ച കണ്ടോ? പോട്ടെ, 2-ാം അധ്യായം. നിങ്ങൾ എത്ര പേര് അടുത്തൊരു 10-15 മിനിറ്റ് എന്നോട് കൂടിയിരിക്കും? ആ കൈയൊന്ന് ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മർക്കോസ് 2. നമ്മൾ സ്കാന് ആദ്യമായിട്ട് ചെന്ന് വെച്ച് അവര് പറയും നിങ്ങളൊരു എക്സ്റേ എടുത്താട്ടെ. എക്സ്റേ എടുത്തിട്ട് ഒത്തില്ലെങ്കിൽ അവരോട് CT സ്കാൻ എടുക്കാൻ പറയും. CT സ്കാൻ ഒത്തില്ലെങ്കിൽ ലാസ്റ്റ് പെറ്റ് സ്കാൻ എടുക്കാൻ പറയും. ഇതുപോലെ മർക്കോസിന്റെ ആ 2-ാം അധ്യായത്തിന്റെ ആ പെറ്റ് സ്കാൻ ഒന്ന് എടുത്തിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ആ 2-ാം അധ്യായം എടുക്കുമ്പോൾ മർക്കോസ് എടുത്തു കൊണ്ടുവരുന്ന ഒരു 5 കൂട്ടം കാര്യങ്ങൾ. 1, കഫർനഹൂം എന്ന് പേരിലൊരു പട്ടണം, ആകാശത്തെ മുട്ടിനിൽക്കുന്ന അധമവികാരങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കുന്ന പാപരാഹിത്യങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ഒരു പട്ടണം. ശ്രദ്ധിച്ചു കേട്ടോണം, കഫർനഹൂം എന്ന് പറയുന്ന ഒരു പട്ടണം. മർക്കോസ് എടുക്കുന്ന 2-ാമത്തെ വിഷയം, പാതി വഴിയിൽ വെച്ച് ജീവിതത്തിന്റെ സ്വപ്നം തകർന്നുപോയി, ശരീരം ഉടഞ്ഞുപോയി, വിസർജ്യങ്ങൾക്കിടയിൽ നാറുന്ന വീടിനകത്ത് ഭാവികാല സ്വപ്നങ്ങൾ തുരുമ്പടിച്ചു പോയി ഒരു പാവം ചെറുപ്പക്കാരൻ. 3-ാമത്തത് യോഗം നടക്കുമ്പോൾ കസേരയിൽ ഇടം പിടിക്കാനല്ല, തകർന്നവനെ പൊക്കിക്കൊണ്ടുവരാൻ കൈകോർത്ത 4 പേർ. അടുത്തത് ഒരാളുടെ സൗഖ്യത്തിന് വേണ്ടി എന്റെ വീട് പൊളിഞ്ഞോട്ടെന്ന് പറഞ്ഞ ഒരു വീട്ടുടമസ്ഥൻ. ഒരു ആമേൻ പറഞ്ഞേ, നല്ല ആമേൻ പറയാൻ. അടുത്തത് വീട്ടിൽ വരാൻ തയ്യാറായ യേശു. അടുത്തത് വിമർശിക്കുന്ന ശാസ്ത്രി. കണ്ടോ മർക്കോസ് ആ ചെറിയ ആ ഏരിയയിൽ കൊണ്ട് അത്രയും കാര്യങ്ങൾ. ഇനി ഒന്ന് തൊട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാനാ. കഫർനഹൂമിനെ കുറിച്ച് 4 കാര്യം പറയാനുണ്ട്, സമയമില്ല. 2 കാര്യം പറയാം. 1, ഒരു ശതാധിപനുണ്ട് കഫർനഹൂമിൽ. ആ ശതാധിപൻ യേശുവിന്റെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാവോ, യേശുവിന്റെ അടുക്ക ചെന്ന് വെച്ച് പറഞ്ഞു, എന്റെ ദാസന് ദീനമായി കിടക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അവൻ യോഗ്യൻ, അവൻ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്പൊ കഫർനഹൂമിൽ ശതാധിപൻ യോഗ്യനാണ്. എന്താ യോഗ്യത? പള്ളി ഉണ്ടാക്കി തന്നിരിക്കുന്നു. യേശുവിന് ആകെ അറിയാവുന്ന ഒരു യോഗ്യൻ യേശുവാണ്. കുഞ്ഞാട് നീ യോഗ്യൻ. യേശുവിന് ആകെ അറിയാവുന്ന ഒരു യോഗ്യൻ
യേശുവ മറ്റേ യോഗ്യനെ കണ്ടേക്കാമെന്ന് ഓർത്ത് യേശു അവന്റെ വീട്ടിലോട്ട് പോകാൻ തയ്യാറായപ്പോൾ അടുത്ത വാക്യം, യേശു നടന്നു വരുന്ന കണ്ടിട്ട് ശതാധിപൻ ഓടിപ്പോയി കാലെ കെട്ടി പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. എന്താ കഫർനഹൂമിന്റെ ഒന്നാമത്തെ ചിത്രം? നാട്ടുകാരുടെ മുമ്പിൽ യോഗ്യനാണ്, തമ്പുരാന്റെ കണ്ണിന് മുമ്പിൽ അയോഗ്യനാണ് എന്ന് പറഞ്ഞാൽ പുറഞ്ചട്ട കൊണ്ട് നാട്ടുകാരെ കബളിപ്പിക്കുന്ന ഒരു ശതാധിപന്റെ ചിത്രം വേദപുസ്തകം എടുത്തു കാണിക്കുകയാ. ഇന്ന് രാത്രി ആമേ കിഴക്കേ തെരുവേ, കൊട്ടാരക്കരയെ, പുനലൂരെ, പത്തനാപുരമേ, ഞാൻ നിന്നോടൊരു ദൂത് പറയാ, നാട്ടുകാരുടെ മുമ്പിൽ യോഗ്യത കൊണ്ട് സ്വർഗത്തിൽ കയറാൻ പറ്റിയല്ല. ഒരു നല്ല ഹല്ലേലൂയ പാറ. ഒരു പ്രമാണി യേശുവിന്റെ അടുക്കൽ ചെന്നു രാത്രിയിൽ. എന്നിട്ട് യേശുവിനോട് പറയാ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണ്, നീ പിതാവിന്റെ അടുക്കൽ നിന്ന് സ്ഥാനാപതിയായി വന്നിരിക്കുന്നുവെന്നും പിതാവ് നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഇക്കണ്ട അത്ഭുതങ്ങളൊന്നും നിനക്ക് ചെയ്യാൻ കഴിയത്തില്ലെന്നും ഞാൻ അറിയുന്നു. നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ നിക്കോദിമോസ് യേശുവിനെ തെള്ളി മറിക്കുക. യേശു നിക്കോദിമസിന്റെ കണ്ണി നോക്കി പറഞ്ഞു, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ചതിനകത്ത് കയറ്റിയാലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആ ഭാഷ മനസ്സിലായോ? കുമരകത്ത് ചെവിയേക്കാൻ മേലാത്ത രണ്ടച്ചായന്മാരുണ്ട്. ഒരച്ചായൻ ചന്തയിൽ നിന്ന് മീനും മേടിച്ചുകൊണ്ട് വരുന്നു, ഒരച്ചായൻ ചന്തയിലോട്ട് മീൻ മേടിക്കാൻ പോകുന്നു. മീൻ മേടിക്കാൻ പോകുന്ന അച്ചായൻ മറ്റേ അച്ചായോട് ചോദിക്കുന്നു, ചന്തയെ മത്തി മാത്രമേ ഉള്ളൂ. പുള്ളിയുടെ മറുപടി, ഇത്തവണ ഒരു വെള്ളം കയറിയതുകൊണ്ട് ആ നെല്ലിന്റെ ഇല പഴുക്കുന്നത്, ഫാക്ടം ഫോസ് യൂറിയയും കൂടെ കൂട്ടിയിട്ടാൽ മതിയെന്ന്. നേരം മറ്റേ പുള്ളി പിന്നെയും ചോദിക്കുക, അയില ഉണ്ടോ, അയില പച്ചയാണോ വലുതാണോ? മറുപടി, യൂറിയ കിട്ടിയില്ലെങ്കിൽ നീറ്റുകക്ക ഇട്ടാ മതി, ഒരു വെള്ളം പൊക്കോളൂ എന്ന്. ഇതൊക്കെ ആരോട് പറയാൻ? ഒരാള് മീൻ്റെ കാര്യം പറയുന്നു, ഒരാള് കൃഷിയുടെ കാര്യം പറയുന്നു. ഇവർ രണ്ടുപേരും സന്തോഷത്തോടെ താണ്ടാങ്ങളുടെ വഴിക്ക് പോയി ചെവി കേൾക്കുന്നവനായി ഭ്രാന്ത് പിടിക്കുന്നത്. നിക്കോദിമോസ് പറയുന്നു, നീ പിതാവിന്റെ അടുക്കൽ നിന്ന് അങ്ങനെയാണ്, പിതാവിന്റെ അടുക്കൽ നിന്ന് ഇങ്ങനെയാണ്. യേശു എന്നെ കണ്ണി നോക്കി വെച്ച് പറഞ്ഞു, എടാ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ചതിനകത്ത് കയറ്റുകയില്ല. ഞാൻ ഒരു വാക്ക് കയറ്റി പറയട്ടെ, യേശുവിന്റെ ബോഡി ചുമക്കാനുള്ളവനാ നിക്കോദിമോസ്. ആമേൻ. പറഞ്ഞ 1 മണിക്കൂർ പോകും. നിങ്ങൾ 1 മിനിറ്റ് പോലും ഇരിക്കാത്തവരാ. നിങ്ങളുടെ മോൻ കണ്ടാൽ എനിക്കറിയാം. ഹല്ലേലൂയ, ആമേൻ. നല്ലത് 12:30 തീരേണ്ട സഭായോഗം 1:15 അടുത്ത ഞായറാഴ്ച പാസ്റ്റർ മാനന്തവാടി ഇരിക്കും. അതുകൊണ്ട് 4 ബ്രേക്കൊക്കെ ഇട്ടാ ചവിട്ടുന്നത് ഓരോരുത്തര്. രക്തത്താൽ ജയം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാൻ പറയുന്നത് ഹല്ലേലൂയ, ആമേൻ. യേശുവിന്റെ ക്രൂശ്, യേശുവിന്റെ ബോഡി ചുമക്കാനുള്ള കുറേനക്കാരനോട്, നിക്കോദെമോസിനോട് പറയുക, എടാ എന്റെ ബോഡി ചുമന്നാലും സ്വർഗത്തിൽ കയറണമെങ്കിൽ വീണ്ടും ജനിക്കണം. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പള്ളിയിലച്ഛന് 7 വാഴക്കൊല കൊടുത്തേച്ച് സ്വർഗത്തിൽ പോകാനിരിക്കുന്നവരുണ്ടെങ്കിൽ നീ രക്ഷപ്പെടുകയില്ല. 2 ഗുജറാത്തിലേക്ക് 15 പിള്ളേരുടെ ഉടുപ്പ് മേടിച്ചു കൊടുത്തേച്ച് ഞാനിപ്പോ സ്വർഗത്തിൽ കയറുമെന്ന് കച്ചകെട്ടി കാത്രി ഒരിക്കലും നടക്കുകയില്ല. ചർച്ചിനകത്തിടാൻ 17 ഫാൻ മേടിച്ചു കൊടുത്തേച്ച് കൈയടിക്കാതെ പാടാതെ പ്രാർത്ഥിക്കാതിരുന്ന നീ ഇവിടെ കിടന്ന് പുഴുക്കും. ഞാൻ പറഞ്ഞേക്കാം, ആമേ. സ്വർഗത്തിൽ കയറാനുള്ള ഏക മാർഗം മാനസാന്തരമാണ്. ആ കൈയൊന്ന് ഉയർത്തി ഹല്ലേലൂയ, മാനസാന്തരപ്പെടുക. ഈ കാലഘട്ടത്തിൽ പന്തലിനകത്ത് ഇളക്കം ഉണ്ടാക്കാൻ വേണ്ടി ഇതൊന്നും സാധാരണ പ്രസംഗത്തിനകത്ത് വരികയില്ല. പക്ഷെ എനിക്കിതൊന്നും വിട്ടേച്ച് കളിക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ പിന്നെ തിരിച്ചു പോകുമ്പോൾ വലിയ സങ്കടമാകും. മാനസാന്തരപ്പെടുക. ആമേൻ. വിട്ടേര്. കഫർനഹൂമിനെ കുറിച്ചുള്ള 2ാമത്തെ ദൂത്, നീയോ കഫർനഹൂമേ പറ, സ്വർഗത്തോളം ഉയർന്നിരുന്നാലും നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. അടുത്ത വാക്ക്, അവർ വെള്ളം കുടിക്കാൻ ഗ്യാപ്പ് തരികയില്ലാത്ത മനുഷ്യർ അന്ന് പറയുമായിരുന്നു, ഞാൻ വെള്ളം മര്യാദയ്ക്ക് കുടിക്കുകയല്ലേ. അവർ മാനസാന്തരപ്പെടായികയാൽ അവൻ അവരെ ശാസിച്ച് തുടങ്ങി. ആണ്ട് ലോസ് ഏഞ്ചൽസ് നിന്ന് കത്തുന്നു. 40,000 ഏക്കർ മുറ്റത്ത് കിടന്ന് കത്തുന്നത് മാരുതി 800 അല്ല, റോൾസ് റോയ്സും കാഡിലാക്കും BMW പുറത്ത് കിടന്ന് കത്തുകയാ. കോടീശ്വരന്മാര് വ്യഭിചാരശാലകൾക്ക് തീപിടിച്ചെന്ന്, ചൂതാട്ട കേന്ദ്രങ്ങൾക്ക് തീപിടിച്ചെന്ന്, ആഭാസന്മാരുടെ മദ്യശാലയ്ക്ക് തീപിടിച്ചെന്ന്, ഒരിറ്റ് പ്രാണന് വേണ്ടി മില്യൺസും ട്രില്യൺസും വിട്ട് ആളുകൾ പ്രാണനും കൊണ്ട് ഓടുകയാ. കിഴക്കത്തരുവിനോട് ഞാനൊരു ദൂത് പറയാ, എടാ തമ്പുര കത്തിക്കാൻ തീരുമാനിച്ചാൽ കെടുത്താൻ ഒരുത്തനും പറ്റുകയില്ല.
എത്ര പേര് ആമേൻ പറയുന്നു എന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി അല്ലയോ നാട്ടുകാരെ, മാനസാന്തരപ്പെട്ടോ, മാനസാന്തരപ്പെട്ടോ. ഇത് പെന്തക്കോസ്തിൽ ചേർക്കാനുള്ള മരുന്നല്ല, നിത്യത പോകാൻ ഏക മാർഗം മാനസാന്തരം. ഒരു നല്ല ഹല്ലേലൂയ. മാനസാന്തരപ്പെടുക. കഫർനഹൂം മാനസാന്തരപ്പെടായികയാൽ അവിടെ ഒരു വാക്കുണ്ട് പാസ്റ്ററെ, അതൊന്ന് തിരിച്ചു പറഞ്ഞേക്കാം. മാനസാന്തരപ്പെടാത്ത പട്ടണം സ്വർഗത്തോളം ഉയർന്നിരുന്നാൽ പാതാളത്തോളം താഴ്ത്തപ്പെടുമെന്ന് പറഞ്ഞാൽ മാനസാന്തരമില്ലായ്മ ഒരു മനുഷ്യനെ താഴ്ത്തും. അങ്ങനെയാണെങ്കിൽ പാതാളം പോലെ കിടക്കുന്നവൻ മാനസാന്തരപ്പെട്ടാൽ അവനെ ഉയർത്താൻ വിട്ടേര്. ഞാൻ പക്ഷപാതക്കാരനിലേക്ക് വരികയാ. ജീവിതം തകർന്നു. ഇപ്പം നിർത്തുയോ? ഇപ്പം നിർത്തും. എനിക്ക് സമയത്ത് നിർത്താനാണ് ഇഷ്ടം. ജീവിതം തകർന്നു പോയി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഒരു പാവം ചെറുപ്പക്കാരൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചൂടുകൊള്ളി തന്നേക്കാം. കേരളത്തിലെ കുടുംബ കോടതി 28 ഒരു വർഷത്തെ വിവാഹമോചന 50,000, 50,000. നമ്മളിത് വല്ല അറിയുന്നുണ്ടോ? കല്ലുവെച്ച സാരി, മുത്തുവെച്ച ചുടിദാർ, ആടിൻ്റെ കാല്, കോഴിയുടെ കോല്, പിന്നെ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടി നടത്തുന്നു. അതും പോരാഞ്ഞിട്ട് പിന്നെ ഒരു സാരി പോരാഞ്ഞിട്ട് ആ താഴെ നിന്ന് വെടി പടക്കം. ഒരു സാരി ഉടുത്ത് കല്യാണം കഴിച്ചിട്ട് മുറുകഞ്ഞിട്ട് ഒരു സാരി കൂടെ കൊടുക്കും, 2ാം സാരി. ഞാനിതിനൊന്നും എതിരല്ല. നിങ്ങൾ 4 സാരി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്താപ്പാ ഇതൊന്നും അങ്ങോട്ട് ഇണങ്ങാത്തത്? കല്യാണത്തിന് കഴിച്ച കോഴിയുടെ കാല് വയറ്റി ചെല്ലുന്നതിന് മുമ്പ് ചെറുക്കനും പെണ്ണും കൂടെ കോടതിയുടെ വരാന്ത ചെന്നില്ലേ? എന്താ ഇതൊന്നും അങ്ങോട്ട്? പിശാച് പിടിമുറുക്കിയല്ലേ? പിശാച് പിടിമുറുക്കിയല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരി യോഗം കഴിഞ്ഞേച്ച് വരിക. എൻ്റെ ഡ്രൈവറും ക്ലീനറും എല്ലാം ഞാൻ തന്നെയാണ്. 20 വർഷമായിട്ട് അങ്ങനെയാണ്. ഉറക്കം വരുവാണെങ്കിൽ റോഡിൻ്റെ സൈഡിൽ കിടന്ന് ഉറങ്ങും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പെരുമ്പാമ്പ് പോലെ കാറ് പോകുന്ന കണ്ടിട്ട് ഒരു SI വണ്ടി തടഞ്ഞേച്ച് പറഞ്ഞു നല്ലതായിട്ടൊന്ന് ഊതാൻ പറഞ്ഞ ഒറ്റ ഊത്. പുള്ളി പറഞ്ഞു ഒന്നുകൂടെ. എന്നിട്ട് തന്നെ ഇതെന്നെ അടിക്കാത്തത്. ഞാൻ പറഞ്ഞു ഞാൻ കുടിക്കാത്തത് കൊണ്ട്. പിന്നെ അല്ലാതെ പുള്ളി നോക്കിയത് പിന്നെ ഈ വണ്ടി ഇങ്ങനെ പെരുമ്പാമ്പ് പോലെ പോകുന്നത്. ഞാൻ പറഞ്ഞു ഉറങ്ങിയിട്ട് ദിവസം എത്ര ഇങ്ങനെയെങ്കിലും പോകുന്നുണ്ടല്ലോ. പിന്നെ SI തന്നെ വണ്ടിക്കകത്തുനിന്ന് ചുക്ക് കാപ്പി തന്നു. പിന്നെ അവരുടെ ചുക്ക് കാപ്പി ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, എന്നെ കൺവെൻഷൻ വിളിച്ചോണ്ട് അങ്ങനെ ഒരു നേട്ടം ഉണ്ടാകട്ടെ. ഒന്നും ഉണ്ടായില്ല, ചുക്ക് കാപ്പി എങ്കിലും കിട്ടും. പിന്നെ അതാലോചിച്ച് വേണ്ട. ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരാം. ആമേൻ. അവിടെ സുൽത്താൻ ബത്തേരി ഓൻ കഴിഞ്ഞിട്ട് രാത്രി ഒരു 10:15-11 മണി ആയപ്പോൾ ഹെയർ പിന്നിൽ വന്നു, നമ്മുടെ ചുരത്തിൽ വന്നു. ചുരത്തിൽ വന്നപ്പോൾ വണ്ടിയെല്ലാം ബ്ലോക്കായിട്ട് കിടക്കുക. പെരുമ്പാമ്പ് ഇരയെടുത്തേച്ച് കിടക്കുന്ന വണ്ടി കിടക്കുക. അപ്പം ഞാൻ പുറത്തിറങ്ങി ഒരാളോട് ചോദിച്ചത് എന്താ വണ്ടി എന്താ പറഞ്ഞു. അവിടെ കണ്ട് ഒരു തടി ലോറിയുടെ മേളിൽ നിന്ന് കുറേ തടി താഴെ വേണ്ടി നീ അതെടുക്കാതെ പോകാൻ പറ്റുകയില്ല. അങ്ങനെ ചെറിയ തണുപ്പുള്ള കാറ്റത്ത് നാളെ രാവിലെ യോഗത്തിന് പോകണം. എന്നാ ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ വണ്ടിക്കകത്തിരിക്കുമ്പോൾ മറ്റേ കാട്ടുപോത്ത് പോലുള്ള ബൈക്ക് 10 പിള്ളേർ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നു. അത് 10 ആൺപിള്ളേരും 10 പെൺപിള്ളേരും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ബൈക്ക് ഇങ്ങനെ കാട്ടുപോത്ത് പോലിരിക്കുന്ന ഒരു സാധനമില്ലേ? പിടിക്കുന്ന പിടി എവിടെയാണെന്നറിയത്തില്ല, ചവിട്ടുന്ന ബ്രേക്ക് എവിടെയാണെന്നറിയത്തില്ല. ഫ്രണ്ടിലിരിക്കുന്നവൻ ഓന്ത് പരത്തെ ഇരിക്കുന്നവൻ ഇങ്ങനെ ഇരിക്കും, പുറകെ ഇരിക്കുന്നവൻ BSNL ടവർ പോലത്തെ ഇങ്ങനെ ഇരിക്കും. ഒറ്റ ഇടി ഇടിച്ച ഇവൻ എതിലെ കൂടി എങ്കിലും അങ്ങ് സുനിത വില്യംസിന്റെ അടുത്ത് ചെല്ലും. മറ്റവരവിടെ ചെല്ലുന്നു. വളരെ 10 പേരിങ്ങനെ ഇറങ്ങി വരിക, ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു 10 ആങ്ങളെയും 10 പെങ്ങളും. എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞു ഇത്രയ്ക്കും മണ്ടനാകണം. തൊഴിലുറപ്പിന് കിട്ടുന്ന 330 രൂപ, രാവും പകലും തോളും വെയിൽ കൊണ്ട് പണിയെടുത്തു. ചീഞ്ഞ വാഴയുടെ തണ്ടും ചീഞ്ഞ വാഴപ്പിണ്ടിയും ചീഞ്ഞ ഓടയും കോരിയ കാശ 330 രൂപ. അവസാനം രാത്രി 11 മണി വരെ വീട്ടിലെ പണിയെല്ലാം തീർത്തിട്ട് മിച്ചമുള്ള കയ്യിലിരിക്കുന്ന കാര്യം നൈറ്റിയിലും കൂടെ തൂത്തേച്ച് നമ്പർ മാഞ്ഞ ഫോൺ എടുത്തേച്ച് അമ്മ മോളെ വിളിക്കുക. 988 എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുക. വിളിച്ച് കൊച്ചിൻ്റെ ഫോൺ അടിച്ചു. ഫോൺ അടിച്ച് ഹലോ എന്ന് വെച്ചു. ഇങ്ങനൊരു ഒച്ച കേൾക്കാം ഫോണിനകത്തുനിന്ന്. അമ്മ ചോദിച്ചു എന്നാ മോനെ ഭയങ്കര കാറ്റ്. അന്നേരം 20 അസ്ഥി ഒടിയുന്ന വേദന. 57 യൂണിറ്റ് വേദന തിന്ന് ചോരയുടെ കളർ മാറ്റി പാലാക്കി ചുരത്തി കൊടുത്ത് വളർത്തി ഊർത്തി കുടിച്ച് ആ മകള് സ്വന്തം അമ്മയോട് നട്ടാക്കുരുക്കാത്തൊരു നുണ പറയുക. അമ്മ ഞാൻ ടേബിൾ ഫാനിന്റെ മുമ്പിലാണ്. അല്ലടി, നീ ടേബിൾ ഫാനിന്റെ മുമ്പിലല്ല, നീ വയനാടിന്റെ ചുരം ഇറങ്ങുക. രാത്രി 5 മണി കഴിഞ്ഞ് വീടിന്റെ മുറ്റത്തിറക്കാതെ അമ്മ വളർത്തിയത് നിങ്ങൾക്കറിയാവോ? രാത്രി 6 മണി കഴിഞ്ഞാൽ അപ്പൻ ബസ് സ്റ്റോപ്പിൽ പോകും പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് വരാൻ.
അവള് രാത്രി 11 മണിക്ക് RDO ബൈക്കിന്റെ പുറകിലിരുന്ന് വയനാടിന്റെ ചുരം ഇറങ്ങുന്നു. നിങ്ങൾ പറ, സഭയ്ക്കകത്തിരുന്ന് ഉഴപ്പ്, ആമേ, കുശുമ്പൂത്ത്, തലമുറകൾ പിഴയ്ക്കുക, കരയേണ്ട കാലമായത്, കൈവിട്ടു പോവുക ഇതെല്ലാം. ആമേ, തലമുറകൾക്ക് വേണ്ടി എന്നാ ചെയ്യും? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്നാ ചെയ്യണം? ഒന്നുമില്ല. സഭ കരയണം. യേശു പറഞ്ഞു, ഗർഭിണിയുടെ ഉദരം പിളർന്ന് പിള്ളകളെ കല്ലിനടിക്കുന്ന കാലം വരുമെന്ന്. ഇത് കരയേണ്ട സീസൺ അല്ലേ? എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? 2025 ഒരു റിവൈവലിന്റെ കാലഘട്ടമാണ്. സ്വന്തം മകൻ അപ്പനെ വെട്ടി നുറുക്കുകയാ. ചായ കൊടുക്കുന്ന ജോളിയുടെ ചായക്കകത്ത് സയനൈഡ്, പൈപ്പിനകത്ത് പാമ്പിനെ കയറ്റി കൊത്തിച്ച് കൊലപ്പെടുത്തുന്ന ഭർത്താക്കന്മാർ, ഇൻഷുറൻസിന്റെ കാശിന് വേണ്ടി ചട്ട കൊടുക്കുന്ന അമ്മയ്ക്ക് ബെറ്റിക്കോട്ടിടുന്ന കൊച്ചിന് റോട്ടിലിറങ്ങാൻ മേല. എന്താ അതിന്റെ കാരണം? പാപം പെരുകുകയാ, തലമുറകൾ തകരുകയാ. നിങ്ങൾ കണ്ടോ, ഒരു ചെറുപ്പക്കാരൻ പുഴുവരിച്ച് പെരക്കകത്ത് കിടക്കുകയാ. കണ്ടില്ലേ തിരുവനന്തപുരത്ത് മരണം? 5 വർഷമായിട്ട് വീട്ടുകാർ പുറത്തു പറഞ്ഞില്ല. ആരാണ്ട് പറഞ്ഞു അത് പെന്തിക്കോസിലെ ചെറുക്കനാണ്. എവിടുത്തെ ചെറുക്കനാ? എടോ, പെന്തിക്കോസിലെ ചെറുക്കനായാലും അല്ലെങ്കിലും ഞങ്ങൾ പ്രസംഗം നിർത്തുകയില്ല. അതിന്റെ കാര്യം എന്നാണെന്നറിയോ? യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുത്തൻ കെട്ടി തൂങ്ങി. അവൻ തൂങ്ങി. ഇതിലേ കിടന്നപ്പം സുവിശേഷം ഇതിലേ കൂടെ അങ്ങ് പോയി. നിലത്ത് നിൽക്കാൻ മേലാത്തവൻ തൂങ്ങും. നിങ്ങൾ കേട്ടില്ല? ആമേ, ഞാൻ ദൈവമക്കളോട് പറയുന്നു, ജീവിതത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടായാൽ മറച്ചു വെക്കരുത്. സഭ പറഞ്ഞ് പ്രാർത്ഥിക്കണം. വിശുദ്ധന്മാർ ഇടിവിൽ നിൽക്കണം. അതിന് നീക്കുവാക്കുണ്ട്. വിട്ടുകൊടുക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പിശാചിന് തട്ടിക്കളിക്കാനുള്ള റബ്ബർ പന്തല്ല. നീതിമാന്റെ തലമുറ മേശയ്ക്ക് ചുറ്റും ഒലിവിന്റെ തൈ ഉയർത്തി. തകർന്നു പോയൊരു ചെറുപ്പക്കാരൻ, ഞാൻ പെട്ടെന്ന് നിർത്തുക, എനിക്ക് വെപ്രാളം വരുന്നു. 4 പേര് കൂടി തീരുമാനമെടുത്തു, നമുക്ക് അവനെ വീട്ടിൽ നിന്ന് എടുക്കണം. എങ്ങനെയാ സഭ വളരുന്നത്? സെക്രട്ടറിയുടെ 2 കൊച്ചും, ഖജാൻജിയുടെ 1 കൊച്ചും, കമ്മിറ്റിക്കാരന്റെ 1 കൊച്ചും കൂടെ സ്നാനപ്പെടുമ്പോഴല്ല സഭ വളരുന്നത്. ഇവനെ തപ്പിപ്പോകുന്ന 4 പേര് സഭയ്ക്കകത്ത് ഉണ്ടാകണം. 12:30 സഭായോഗം കഴിഞ്ഞാൽ ഗാസയിൽ ബോംബ് വീഴുന്ന പോലെ ചിലരുടെ വണ്ടിയുടെ ഡോർ അടയ്ക്കുന്നു. ടും 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 ടും. ഒരെണ്ണത്തിന് പിന്നെ കാണാനില്ല. എങ്ങോട്ടാ ഇയാൾ ഓടുന്നേ? ആ ഓടുന്ന വഴിക്ക് കാലൊന്ന് തെന്നിയ കട്ടിലെ കിടക്കണ്ടേ 6 മാസം? എങ്ങോട്ടായി ഓടുന്നത്? ആത്മാക്കൾക്ക് വേണ്ടി ഓടാൻ 4 പേര്. ഞാൻ ഈ സഭയോട്, സെന്ററിനോട്, ദൈവദാസന്മാരോട് ഒരു സാധാരണ സുവിശേഷകനായി ഞാൻ കാല് പിടിച്ചു പറയുന്നു, തകർന്ന ചിലരെ തപ്പിപ്പോകാൻ സഭ തയ്യാറാകട്ടെ. പ്രാർത്ഥിക്കാൻ പോവാ. ഇപ്പോഴല്ല, സുവിശേഷം പറയണം. ഈ പുഴുത്തവനെ ചുമന്നുകൊണ്ട് വാച്ച് നോക്കുവാണോ വാസേ? ഇല്ല വാസ, ഇന്ന് അവരുടെ മുഖം കണ്ടാലേ അറിയാം. നീ 5 മിനിറ്റ് കൂടെ എടുക്കടാ എന്ന് പറഞ്ഞാൽ അവരിയ്ക്കുന്നത് ഉണ്ടോ? ഓ, പിന്നെ വിടുതലായിപ്പോയി. ഹല്ലേലൂയ. 4 പേര് കൂടി. ഈ എടുത്തിരിക്കുന്നത് ലോകത്തിന് വില കൂടിയ പെർഫ്യൂം അടിച്ച് കിടന്നവനല്ല, വിസർജ്യങ്ങൾക്കിടയിൽ നിന്നാണ് എടുത്തത്. നിങ്ങളുടെ അടുത്ത് യോഗത്തിന് വന്നിരിക്കുന്ന ആള് ഒരു വേർത്ത ഷർട്ടിട്ടുണ്ടോ വന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾ എത്രത്തോളം അസ്വസ്ഥരാകും? Oh God. ഒരു പുഴുത്ത് കടന്നവനെ 4 പേര് കൂടി എടുത്തു. ഏത് പുഴുത്തവനെ എടുക്കുന്ന ഈ 4 പേര് ചിലപ്പോൾ 4 സുവിശേഷ പുസ്തകങ്ങളായിരിക്കും, അറിയില്ല. 4 പേരും കൂടെ എടുത്തു. ആമേൻ. സന്തോഷ് പാസ്റ്ററെ, ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. സ്തോത്രം. ആമേൻ. 4 പേരും കൂടി എടുത്ത് തോളെ വെച്ചിട്ട് നടന്ന് ആ വീടിന്റെ മുറ്റത്ത് ചെല്ലുമ്പോൾ അകത്തോട്ട് കയറാൻ മാർഗമില്ല. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ പ്രിയരെ? അകത്തോട്ട് കയറാൻ മാർഗമില്ല. യേശുവിന്റെ പ്രത്യേകത, ചെങ്കടലിൽ വഴിയുണ്ടാക്കിയ ആളല്ലേ, യോർദാനിൽ വഴിയുണ്ടാക്കിയ ആളല്ലേ. യേശു പറഞ്ഞ വഴി ഉണ്ടാകുകയല്ലേ, പക്ഷെ യേശു മിണ്ടിയില്ല. തോളൽ ലോഡിരിക്കുക, യേശു മിണ്ടിയില്ല. ഞാൻ യേശുവിനോട് ചോദിച്ചു, അങ്ങെന്താ മിണ്ടാഞ്ഞ്? യേശു അപ്പൊ പറഞ്ഞു, കേൾക്കണോ? എടാ സുഭാഷ്, അവന് വിശ്വാസമുള്ളവരാ. വിശ്വാസമുള്ളവന്റെ മുമ്പിൽ വഴി തന്നെ ഉണ്ടാകും. ഓഹ് ഗാഡ്, വിശ്വാസമുള്ളവന്റെ മുമ്പിൽ വഴി ഉണ്ടാകും. അവരും 4 പേരൂടെ. ഇനി എന്നെ ആഴമായിട്ട് കേൾക്കണം. പുറത്തൊന്ന് ചോദിച്ചു, എന്നാ ചെയ്യണം? അവർ 4 പേര് എന്തിനാ എടുത്തെന്നറിയോ? യേശുവിന്റെ മുമ്പിൽ എത്തിക്കാൻ. വീട്ടുടമസ്ഥൻ പറഞ്ഞു, 4 പേരും കൂടെ തീരുമാനിച്ചു. എന്നെ കേൾക്കുന്നുണ്ടോ? വീട് പൊളിക്കാൻ.
ലേവ്യ 14, ലേവ്യ പുസ്തകം 14-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കണം. പഞ്ചായത്തിൽ നിന്ന് ഓർഡർ കിട്ടിയാൽ കിഴക്കേ തെരുവിൽ പെര പൊളിക്കാം. പഞ്ചായത്തിൽ നിന്ന് ഓർഡർ കിട്ടിയാൽ കൊട്ടാരക്കര പെര പൊളിക്കാം. പക്ഷേ പലസ്തീനിൽ പഞ്ചായത്തിലെ ഓർഡർ കൊണ്ട് പെര പൊളിക്കാൻ പറ്റുകയില്ല. ഒരു വീടിന്റെ ഭിത്തിയിൽ ഒരു കുഷ്ഠം കണ്ടാൽ, ഒരു പാട് കണ്ടാൽ വീട്ടുടമസ്ഥൻ പുരോഹിതനോട് പോയി പറയണം. പുരോഹിതൻ ഇവിടെ വരണം. എവിടെ? വീട്ടിൽ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്നിട്ട് ആ വടു പിടിച്ച ഭിത്തി പുരോഹിതൻ ചുരണ്ടണം. ചുരണ്ടിയിട്ട് ആ പൊടിയെ നോക്കിയിട്ട് പുരോഹിതൻ പറയും, ഇത് വീടിനുണ്ടാകുന്ന കുഷ്ഠം. എന്നിട്ടോ ആ വീട് പൊളിക്കണം. പൊളിച്ചിട്ടോ ആ കല്ലെടുത്ത് റോഡ് നികത്തരുത്. ആ കല്ലെടുത്ത് അടുത്ത വീടിന്റെ തറ നികത്തരുത്. ആ കല്ലെടുത്ത് പഴയ പൊട്ടക്കുഴി മൂടരുത്. കിണറിനകത്ത് ഇടരുത്. ആ അശുദ്ധമായ വീടിന്റെ എല്ലാ മണ്ണും എല്ലാ കുമ്മായവും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? എല്ലാ കല്ലും പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയിട്ട് ചുടണം, കത്തിക്കണം. പലസ്തീൻ നാട്ടിൽ ഒരു വീട് പൊളിയണമെങ്കിൽ ആ വീടിന് കുഷ്ഠം വേണം. എവിടെയെങ്കിലും ഒരു വീട് പൊളിയുന്നത് കണ്ടാൽ നാട്ടുകാർ പറയും, ആ പെരയ്ക്ക് കുഷ്ഠമാ. പക്ഷെ ഈ പെര പൊളിഞ്ഞത് കുഷ്ഠമുള്ളത് കൊണ്ടല്ല. ഒരുത്തന്റെ വിടുതലിന് വേണ്ടി കുഷ്ഠമുള്ള വീട് പോലെ ഈ വീട് പൊളിയപ്പെടുകയാ. സത്യത്തിൽ വീടിന് കുഷ്ഠമില്ല. മറ്റൊരുത്തന് വേണ്ടി പാപി അല്ലാതിരുന്നിട്ടും സ്വയമേ പൊളിഞ്ഞ ഒരു വീടുണ്ട്. അതിന്റെ യേശുവിന്റെ ശരീരമാ. എന്റെ മന്ദിരം പൊളിക്കുക. എന്റെ പാപത്തിന് വേണ്ടി, എന്റെ ശാപത്തിന് വേണ്ടി, ഞാൻ ചെയ്ത ദോഷത്തിന് വേണ്ടി പാപമറിയാത്ത അവന്റെ ശരീരം പൊളിയുകയാ. ഒരുമിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? പോകരുത്, പോകരുത്, പോകരുത്. 2 മിനിറ്റ് മതി എനിക്ക്. നിങ്ങൾ കണ്ടോ ഗേത്സമന തോട്ടത്തിൽ ചോര മക്കളും കുഞ്ഞുങ്ങളും വലിയവരും എല്ലാം കണ്ണടച്ച്, മക്കളെല്ലാവരും പ്ലീസ് ക്ലോസ് യുവർ ഐസ്. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ച്. ഓൾ ഓഫ് യു പ്ലീസ് 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 പ്ലീസ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവദാസന്മാർ പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാർ പ്രാർത്ഥിക്കണം. എൻ്റെ അമ്മമാർ പ്രാർത്ഥിക്കണം. എൻ്റെ അനുജത്തിമാർ പ്രാർത്ഥിക്കണം. Come on all of you. ആമേൻ. ദയവായിട്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. കണ്ടോ ഒരു വീട് പൊളിയുന്നത് കണ്ടോ? കിഴക്കേ തെരുവുകാരെ, ഇന്ന് രാത്രിയിലും ഈ യോഗം വെച്ച് നിങ്ങളോട് വിളിച്ചു പറയുന്നത്, നിന്റെ പാപത്തിനു വേണ്ടിയാണ് അവൻ ക്രൂശിൽ മരിച്ചത്. ഗെത്സമന്റെ തോട്ടത്തിൽ വെച്ച് ചോര പോലെ വിയർപ്പ് തുള്ളി പുറത്തു വന്നവൻ, പീലാത്തോസിന്റെ അരമനയിൽ ആപാത ചൂടം അടിക്കപ്പെട്ടവൻ, 80 കുതിരയുടെ ചാട്ടവാറിട്ടായിട്ട് പിന്നെ ഈ കെട്ടിവേലിന്റെ കഷ്ണം ഉൾക്കൊളുത്തുമായി ചാട്ട കൊണ്ട് പശജന്യമായ ചാട്ട കൊണ്ട് വേട്ടയാടപ്പെട്ടവൻ, താമരയിതൾ പോലെ മാർദ്ദവത്വമുള്ളവൻ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് സ്വരൂപം വിരൂപമായി പോയി. ആപാത ചൂടം തകർന്നുപോയി. മരുഭൂമി കിടക്കുന്ന ആമെ കട്ടിയുള്ള വിഷം ചുമക്കുന്ന ഒരണലിയുടെ കൊത്തേറ്റാൽ എത്ര വേദന ഉണ്ടാകുമോ ആമെ അത്ര 164 മുള്ളുകളാണ് യേശുവിന്റെ തലയോട്ടിലേക്ക് ആഴ്ന്നിറങ്ങിയത്. റോമൻ നാണയത്തൊട്ട് ചേർത്ത് വെച്ച് മുഖത്ത് ലോമങ്ങൾ വലിച്ചു പറിച്ചു. 80 കുതിരയുടെ ചാട്ടവാറ് കൊണ്ട് അടിച്ചാപാത ചൂടം അവരെ തകർത്തു. വാരിയല്ലുകൾക്കിടയിൽ പാഞ്ഞു കയറിയ ചാട്ട തിരിച്ചു വലിച്ചപ്പോൾ മാംസങ്ങൾ നീളത്തിൽ കീറി വീണ്ടു. സങ്കീർത്തനക്കാരൻ എഴുതി, ചാലുകൾ അവന്റെ മുതുകിൽ കീറി. പൊടിമറക്കുന്ന ആമെ കാൽകുത്തായുടെ നിറുകൾ ചതുരവടിവുള്ള ആണുകൾ അവന്റെ കൈകാലുകളിൽ ആഞ്ഞടിച്ച് കയറ്റി. എനിക്ക് വേണ്ടി ആ വീട് പൊളിയപ്പെടുകയാ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചു പിടിച്ച് ഇന്ന് രാത്രിയിലും കാതടപ്പിക്കുന്ന കാൽവരുടെ കരച്ചിൽ നിങ്ങളുടെ ചെവിയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. എൻ്റെ മൂക്കിൽ ജീവശ്വാസമുള്ളിടത്തോളം കാലം അവന്റെ പിന്നാലെ മാത്രം നടക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. ആമേൻ. എൻ്റെ ആമേ തൊണ്ടക്കുഴിയിൽ ശബ്ദമുള്ള കാലത്തോളം അവന്റെ കൂടെ നടക്കാൻ
ഓ നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണ് എല്ലാമെല്ലാം. യേശുവെന്നും എൻ പിതാവ് നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാമെല്ലാം. എന്നുമെന്നും എൻ പിതാവ് ഞാനാകന്നാലും നീയാകലില്ല. ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീയാകലില്ല. ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നീ ജീവൻ നൽകി, നിൻ പ്രാണൻ നൽകി. എന്നെന്നും എന്നെ നീ പുത്രനാക്കി. നീ ജീവൻ നൽകി, നീ പ്രാണൻ നൽകി. എന്നെന്നും എന്നെ നീ പുത്രനാക്കി. എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ ദൈവമക്കളെ. ഇന്ന് രാത്രി നിങ്ങൾ ഗാൽഗുത്തായുടെ നെറുകയിലേക്ക് നോക്കിക്കേ. നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു കോഴിയുടെ കഴുത്തിലേക്ക് ആ കടക്കാരൻ കത്തിവെച്ചൊന്ന് വരഞ്ഞിട്ട് ആ കന്നസിനകത്തേക്ക് ഇടുമ്പോൾ പടപടാ കേൾക്കുന്നത് ഒരു പാട്ടിന്റെ താളമല്ല, പ്രാണൻ പിടഞ്ഞു പുകയുന്നതിന്റെ ശബ്ദം. ഗാൽഗുത്തായുടെ നെറുകയിൽ പ്രാണൻ പിടഞ്ഞത് എനിക്ക് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവാണ് ജീവൻ പോയാലും അവന്റെ കൂടെ നിൽക്കണമെന്നുള്ള എന്റെ തീരുമാനം. ഓ നിന്നെ പിരിഞ്ഞുള്ള ജീവിതം നരകമാ, രോഗവും ദുഃഖവും മാറില്ലൊരിക്കലും. പ്രത്യാശയില്ലാത്ത ജീവിതമെന്തിന്, തിരുസന്നിധി മതി എനിക്കെന്നുമേ. പ്രത്യാശയില്ലാത്ത ജീവിതമെന്തിന്, തിരുസന്നിധി മതി എനിക്കെന്നുമേ. ആ കരങ്ങളൊന്ന് മാരണത്തിലേക്കൊന്ന് ചേർത്ത് വെക്കാവൂ. നിന്നെ പിരിഞ്ഞുള്ള ജീവിതം നരകമാ, രോഗവും ദുഃഖവും മാറില്ലൊരിക്കലും. പ്രത്യാശയില്ലാത്ത ജീവിതമെന്തിന്, തിരുസന്നിധി മതി എനിക്കെന്നുമേ. ലോകവും അതിലുള്ള സർവചരാചരവും സൃഷ്ടിച്ചു പാലിക്കൂ സർവേശ്വര. ഇന്ന് രാത്രി അടിപ്പടലം അവന്റെ മുമ്പിലേക്ക് വീണേച്ച്, നിന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്ക് വേണ്ട, നീ ഒഴിഞ്ഞൊരു ലൈഫ് എനിക്ക് വേണ്ട. രക്ഷിക്കപ്പെടാത്തവരുണ്ടോ ഇതിനകത്ത്? സ്നാനപ്പെടാത്തവരുണ്ടോ? സത്യം അറിഞ്ഞിട്ട് ഉഴപ്പുന്നവരുണ്ടോ? ദൈവത്തെ വിട്ടു മാറി കണ്ണടച്ചിരുട്ടാക്കി പോകുന്നു. ദിസ് ഈസ് യുവർ ടൈം.
ഇന്ന് രാത്രി ആ വീടിന്റെ ഓരോ കട്ടയും പൊളിയുന്നത്, ആ ഓരോ ഭിത്തിയും അടരുന്നത്, എലി എലി ലമാ ശബക്താനി എന്ന് ഉറക്കെ കരയുന്നത് എനിക്ക് വേണ്ടിയായിരുന്നു എന്ന തിരിച്ചറിവ് ഈ സുവിശേഷ യോഗത്തെ ധന്യമാക്കും. ഇന്ന് രാത്രി ആർക്ക് തീരുമാനിക്കാം? അപ്പാ 2 മിനിറ്റ് നിൽക്ക്. എന്ന് വിളിക്കുവാൻ യോഗ്യനല്ല ഞാനൊരിക്കലും. കണ്ണെല്ലാം ഒന്ന് അടച്ചു പിടിച്ച്. പാപം എന്നിൽ പെരുകി അന്യനാ നിൻ രാജ്യേ നിന്നും അപ്പാ എന്നു വിളിക്കുവാൻ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ സമർപ്പിക്കൂ. യോഗ്യനല്ല യേശുവേ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കാം. ഒരിക്കലും പാപം എന്നിൽ പെരുകി അന്യനാ നിൻ രാജ്യേ നിന്ന് എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ, ഉമ്മതം നടച്ചു നീ, ഓ നന്മകൾ വർഷിപ്പിച്ചു. കൈ ഉയർത്തി പാടുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നും പാടിയിടും ഞാൻ നിന്നന്മകളെ. സ്വർഗീയ പിതാവേ, നീ തന്ന ദൂത് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഗാൽഗുത്തായിൽ ഉടയ്ക്കപ്പെട്ട പൊളിക്കപ്പെട്ട അങ്ങയുടെ മന്ദിരത്തെ കുറിച്ച് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടപ്പാ. ആ ദൂത് കട്ട പിടിക്കാതെ ഇവരിൽ ഒഴുകട്ടെ. ആ ദൂതിനകത്തുനിന്ന് രക്ഷയേറ്റ് പറയാൻ ചിലരുണ്ടാകട്ടെ. ചിലർ സ്നാനപ്പെടാൻ, ചിലർ നിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ ഉണ്ടാകട്ടെ. ഞാൻ ഈ ജനത്തെ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.